ദക്ഷ ഇന്നിപ്പോ വിവാഹമൊക്കെ കഴിച്ച് സന്തോഷമായി സന്താനമൊക്കെ ഉണ്ടാവണം നിരീക്ഷിച്ചിട്ടല്ലേ പുറപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് അസിക്കിനി എന്ന് പേരായ പെൺകിടാവുണ്ട്, ആ പെൺകുട്ടി വിവാഹം ചെയ്തോളൂ, അതിൽ പുത്രന്മാരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. പിന്നെ ദക്ഷന് വിവാഹമൊക്കെ കഴിച്ച് അസിക്കിനി വിവാഹം ചെയ്തു. ഈ അസിക്കിനിയിൽ ദക്ഷന് പുത്രന്മാരുണ്ടായി. അങ്ങനെ ഉണ്ടായി 10,000 പേരുണ്ടായി എന്നാ പറയും. ധാരാളം എന്ന് കൂട്ടിയാൽ മതി. പുത്രന്മാരൊക്കെ ധാരാളം ഉണ്ടായി. ഈ പുത്രന്മാരെ 10,000 പേരെയും കൂടി ചേർത്ത് പറയുന്ന പേരാണ് ഹര്യശ്വന്മാര് എന്ന് പറയും. ഈ ഹര്യശ്വന്മാര് പുത്രന്മാരെ 10,000 പേരുണ്ടായിരിക്കുന്ന സമയത്ത് അവര് 10,000 പേരും ദക്ഷനെ നമസ്കരിച്ചു. ഞങ്ങൾ എന്താ അച്ഛാ വേണ്ടത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ പോയി തപസ് ചെയ്യൂ, തപസ് ചെയ്ത് സിദ്ധി ഉണ്ടാക്കി നന്മ ഉണ്ടാക്കി വന്നിട്ട് വേണം വിവാഹമൊക്കെ കഴിച്ച് സന്താനങ്ങളൊക്കെ ഉണ്ടായി നന്മ ഉണ്ടാവാൻ എന്നും പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പം ഈ കുമാരന്മാര് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ അച്ഛനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ നടന്നു തപസ്സിനായിട്ട് പോവുക. തപസ്സിന് ഇവരിങ്ങനെ പോണ സമയത്ത് നടന്നു പോകുമ്പോൾ കൂട്ടം കൂട്ടായിട്ട് 10,000 പേര് കുട്ടികളെ ഇവര് നടന്നു പോകുമ്പം വഴിയിൽ ബസ് സ്റ്റാൻഡിൽ ആരെ കണ്ടു? നാരദ മഹർഷിയെ കണ്ടു. ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞത് അങ്ങനെ പരിഹാസം പറഞ്ഞതല്ല. ഈ വഴി നിശ്ചല്ലാത്തവർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സ്ഥാനത്താണല്ലോ നിൽക്കേണ്ടത്. ആര്? ഈ വഴി പറഞ്ഞു കൊടുക്കണവര്. നാരദ മഹർഷി ഈ വഴി തെറ്റി പോണവർക്കൊക്കെ വഴി കാണിച്ചു കൊടുക്കുന്ന ആളാണ്. അപ്പൊ അവിടെയാണല്ലോ വഴി നിശ്ചല്ലാണ്ട് ആൾക്കാരിങ്ങനെ പരക്കാൻ പായ്യ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, നാരദ മഹർഷി. നാരദ മഹർഷി ചോദിച്ചു, ഉണ്ണിയോളെ എവിടേക്കാ പോകണ്ട, എന്താ വർത്തമാനം ചോദിച്ചു. അവര് പറഞ്ഞു, ഞങ്ങള് തപസ്സിന് പോവുകയാണേ ഗുരുനാഥ എന്നും പറഞ്ഞു. തപസ്സോ? എന്തിനാ തപസ്സാ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അച്ഛൻ പറഞ്ഞതാണ് അങ്ങനെ വിവാഹമൊക്കെ കഴിച്ച് സന്താനമൊക്കെ ഉണ്ടായി നന്മ ഉണ്ടാവണമെങ്കിൽ ആദ്യം തപസ് വേണമെന്ന്. അപ്പൊ അതിന് പോവുകയാണ്. അപ്പൊ നാരദ മഹർഷി ചോദിച്ചു, ഉണ്ണിയോളെ വിവാഹമൊക്കെ കഴിച്ച് സന്തോഷമായി സന്താനം ഉണ്ടായി നന്മ ഉണ്ടായി കഴിച്ചു കൂട്ടാനും ഈ തപസ് മതി, ഭഗവാനെ കിട്ടാനും ഈ തപസ് മതി, ഉണ്ണികൾക്ക് എന്താ വേണ്ടത് ചോദിച്ചു. അപ്പൊ കുമാരന്മാര് പറഞ്ഞു, ഞങ്ങൾക്ക് ഭഗവാനെ മതി എന്നും പറഞ്ഞു. എന്താ കാരണം? ഈ ഇപ്പൊ തപസ്സൊക്കെ ചെയ്തു വന്ന് വിവാഹമൊക്കെ കഴിച്ച് സന്താനം ഉണ്ടായി നന്മ ഉണ്ടാവാനും ഇതേ തപസ് മതി. അതേ തപസ് കൊണ്ട് ആരെയും കിട്ടും? ഭഗവാനെയും കിട്ടും. എന്താ വേണ്ടോ തീരുമാനിച്ചോളൂ. 5 ഉറുപ്പ്യക്ക് ഒരു കഷ്ണം കുമ്പളങ്ങയും കിട്ടും, 5 പവന്റെ ഒരു മാലയും കിട്ടും. ഏതാ വാങ്ങാൻ വിവരമുള്ള? കഷ്ടാണല്ലേ. വില കൂടിയ മാല 5 ഉറുപ്പ്യക്ക് തരൂത്രേ. 5 ഒരു കഷ്ണം കുമ്പളങ്ങ ഏതാ വേണ്ട എടുത്തോളൂ. നമ്മൾ ഉച്ചയിൽ കൂട്ടാൻ്റെ കഷ്ണം കുമ്പളങ്ങ മതി എന്ന് പറഞ്ഞു. അതൊരു വിവരക്കേടാവില്ലേ? ഇപ്പൊ നമ്മൾ വലിയ സാധനമല്ലേ ചോദിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഈ കുട്ടികൾ നല്ല വിവരമുള്ള കുട്ടികളായതുകൊണ്ട് എന്ത് ചെയ്തു? അവര് പറഞ്ഞു, എന്തിനീ നിസാര കാരണത്തിന് വിവാഹം സന്താനത്തിനൊക്കെ തപസ്സിന് അതിനല്ലല്ലോ ഭഗവാനെ കിട്ടിച്ച് അതല്ലേ വേണ്ടത്. അങ്ങനെ കുമാരന്മാര് 10,000 പേര് ഞങ്ങൾക്ക് ഭഗവാനെ മതി എന്നും പറഞ്ഞു. ആര് അനുഗ്രഹിച്ചു? നാരദരെ അനുഗ്രഹിച്ചു. അങ്ങനെ ഈ കുമാരന്മാര് ഹരീശ്വന്മാര് ഭഗവാനെ ഭജിച്ച് അവര് വൈകുണ്ഠത്തേക്ക് പോയി. ഇത് കേട്ടപ്പോഴേക്ക് ദക്ഷന് ദേഷ്യം വന്നു വെച്ചാൽ തന്റെ കുട്ടികളെ 8ഉം 8ഉം നിശ്ചയില്ലാത്ത കുട്ടികളെ പറഞ്ഞു പറ്റിച്ച ദുഷ്ടൻ നാരദരെ വഴിതെറ്റിച്ചില്ലേ. ദക്ഷന് ദേഷ്യം വന്നു. ദക്ഷൻ ആ പൂമുഖത്തെ പടിയുമ്പിലിരിക്കുന്ന കിണ്ടി എടുത്ത കിണ്ടിന്ന് ആലുമ്മക്കൂടി ലേശം വെള്ളം അങ്ങനെ എടുത്തിട്ട് ജപിച്ചിട്ട്, എന്റെ 8ഉം 8ഉം നിശ്ചയില്ലാത്ത കുട്ടികളെ എന്നും പറഞ്ഞ് കൈ ഇങ്ങോട്ട് പൊക്കി തളിക്കാനേ, അങ്ങനെ തളിക്കാനല്ലോ ശപിക്കാനേ, തളിക്കാൻ കൈ ഇങ്ങോട്ട് പൊക്കി പിടിച്ച കൈ പിമ്പിക്കൂടി വന്ന് ആരോ പിടിച്ചു. പൊക്കിയ കൈ പിമ്പിന്ന് പിടിച്ചവന് മുമ്പിക്ക് പോവോ? പിമ്പിക്ക് പിടിച്ചു. അപ്പൊ ദക്ഷന് സംശയം, ആരാ അത്? ദക്ഷൻ എന്താ ചെയ്തു വെച്ചോ, ദക്ഷൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പം ആരാന്ന് വെച്ചോ, ബ്രഹ്മദേവൻ. ബ്രഹ്മാവ് വലിയ ആളല്ലേ, ബ്രഹ്മാവാ കൈ പിടിച്ചതേ. ബ്രഹ്മാവ് ചോദിച്ചു, ദക്ഷ താനെന്താ ഇങ്ങനെ കൈ പൊക്കണത് ചോദിച്ചു. ദക്ഷൻ പറഞ്ഞു, ഒന്നുമില്ല, പൊറഞ്ചോറിയാൻ പൊക്കിയതാണേ എന്നും പറഞ്ഞു. ശപിക്കാൻ പൊക്കി എന്നൊക്കെ പറയാൻ പറ്റുമോ? വലിയ ആളല്ലേ മുമ്പിൽ നിൽക്കണത്. ബ്രഹ്മാവിന് ഇപ്പം പറഞ്ഞാലും ഇല്ലെങ്കിലും ബ്രഹ്മാവിനെ പറ്റി ഉള്ളിലിരിപ്പും കയ്യിലിരിപ്പും ഒക്കെ അറിയാം. ആരുടെ? ദക്ഷനെ കുറിച്ച് മുഴുവനും നിശ്ചയുള്ള ആളാണ്. ബ്രഹ്മാവ് പറഞ്ഞു ദക്ഷനോട്, ദക്ഷ നീ ഇങ്ങനെ പൊറഞ്ചൊറിയരുത് കേട്ടോ എന്നും പറഞ്ഞു. ഇതിന് ചൊറി പുറത്തല്ല അകത്താണേ. ചൊറിയിച്ച എന്താ? ഇറിറ്റേഷൻ. എന്താ മനസ്സിലായില്ല? ചൊറി എന്നൊക്കെ പറഞ്ഞ ഒരസ്ക്യത എന്ന് പറയില്ലേ നമ്മള്. ഈ ഉള്ളിൽ അലോഹ്യമുള്ളവരെ അങ്ങനെ ഉള്ളിൽ അലോഹ്യമുള്ള കൂട്ടര് എന്താ പറയുള്ളൂ, പുറത്തേക്ക് ചൊറി പറയുള്ളൂ. ചൊറി പറയാ എന്താ അർത്ഥം? അലോഹ്യം പറയില്ലേ. ദക്ഷന്റെ ഉള്ളിൽ അന്തല്യായ ഉണ്ടാവുകൊണ്ടല്ലേ എങ്ങനെ അലോഹ്യം പറഞ്ഞത്. ദക്ഷൻ എന്ത് പറഞ്ഞു? നീ ഇല്ല കേട്ടോ, ചെയ്യില്ല എന്നും പറഞ്ഞു. ബ്രഹ്മദേവൻ പോവുകയും ചെയ്തു. അങ്ങനെ തൽക്കാലം ശാപല്യണ്ടേ. ദക്ഷൻ വിചാരിച്ചു ഇനി ആയിക്കോട്ടെ, ഇനി ഉണ്ടാവൂല കുട്ടികള്. അങ്ങനെ പിന്നെ ഉണ്ടായി, സന്താനങ്ങൾ ഉണ്ടായി. ഒരു 10,000 പേരും കൂടി ഉണ്ടായി. ആ 10,000 പേരുടെ പേരെന്താന്ന് പറയും? ശബളാശ്വന്മാര് എന്ന് പറയും. ആദ്യത്തേത് ഹര്യശ്വന്മാര്, ഇത് ശബളാശ്വന്മാര്. ഈ ശബളാശ്വന്മാര് 10,000 പേര് അച്ഛനെ നമസ്കരിച്ചു. പറഞ്ഞു, തപസ് ചെയ്തിട്ട് വരും ഉണ്ണികളെ, എന്നിട്ട് വേണം വന്നിട്ട് സന്താനമൊക്കെ ഉണ്ടായി ഉണ്ണിയെ വെളിയിച്ച് സന്താനമൊക്കെ ഉണ്ടാവാൻ എന്നൊക്കെ പറഞ്ഞു. ഇവരും 10,000 പേര് തപസ് ചെയ്യാനായിട്ട് പോവുക. ബസ് സ്റ്റാൻഡിന്റെ വഴി തന്നെയാണല്ലോ പോണത്. ആരെ കണ്ടു? നാരദർ അവിടെ ഉണ്ടാവുമല്ലോ, തൂണും ചാരി നിൽക്കണോ. നാരദര് ഉണ്ണികളെ എവിടേക്കാ? ആരെങ്കിലും ഇങ്ങനെ വഴി പെശകായിട്ട് പോണോന്ന് സംശയം തോന്നിയ നാരദര്
എവിടേക്ക് പോണ ആളാ, എവിടേക്ക് പോണ? അങ്ങനെ പെരുമ്പാവൂരിക്കുന്ന അദ്യല്ല ഇദ്യ, അങ്ങനെ വഴി കൃത്യമായിട്ട് പറഞ്ഞു തരും. നല്ല അങ്ങനത്തെ സജ്ജനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ നമ്മളിങ്ങനെ പകച്ച് നിൽക്കണ സമയത്തൊക്കെ വന്ന് രക്ഷിക്കുന്ന ആൾക്കാരെ. അതുപോലെ ഒരു സാധുവാണ് ആര്? നാരദ ഭഗവാൻ. നാരദ ഭഗവാൻ പറഞ്ഞു, ഉണ്ണികളോട് ചോദിച്ചു. അവര് പറഞ്ഞു സദസ്സിന് പോവുകയാണ്, വെളി കഴിക്കാനും സന്താനം ഉണ്ടാവുക, നന്മ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. നാരദര് പറഞ്ഞു, എന്റെ ഉണ്ണിയോളെ, അപ്പൊ വലിയേട്ടന്മാര് പോയതൊന്നും അറിഞ്ഞിട്ടില്ല പോവുക ഉണ്ണിയോളെ ചോദിച്ചു. വലിയേട്ടന്മാരോ? അതാരാ? ഞങ്ങളിനി വലിയേട്ടന്മാരെന്നും പറഞ്ഞു. ഹരീശ്വരന്മാരുടെ കാര്യമൊന്നും അപ്പൊ അച്ഛൻ പറഞ്ഞില്ലേ പോവാ ഉണ്ണിയോളോടാ ചോദിച്ചു. ഇല്ല, അച്ഛൻ അങ്ങനെ നല്ലതൊന്നും പറയാറില്ല എന്നും പറഞ്ഞു. അക്കുട്ടിയോളെ കുറിച്ച് പറഞ്ഞത് ഇക്കുട്ടിയോള് കേട്ടിട്ട് അക്കുട്ടിയോള് പോയ വഴിയിൽ ഈ കുട്ടിയോള് പോണ്ടെന്ന് ആര് വിചാരിച്ചു? ദക്ഷൻ. അതുകൊണ്ട് മിണ്ടിയിട്ടില്ല. പക്ഷെ നമ്മളെങ്ങനെ അടച്ചു പൂട്ടി വെച്ചാലും എങ്ങനെ പൂട്ടി വെച്ചാലും അത് ഈ മത്തന്റെ കുരു നട്ടാൽ ഇതൊക്കെ നിശ്ചയില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? മത്തന്റെ കുരു കൊണ്ടുപോയിട്ട് നട്ടാലും കുമ്പളങ്ങ മുളക്കില്ലല്ലോ. അതാണ്. അപ്പൊ ഉള്ളിലാ ഈശ്വരവാസന ഉണ്ടല്ലോ. ഈ കുമാരന്മാരും പറഞ്ഞു, ഞങ്ങൾക്ക് ഭഗവാനെ മതിയേ, ഞങ്ങൾക്ക് ഭഗവാനെ മതിയേ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ കുട്ടികളൊക്കെ കൊടുത്ത മാതിരി 10,000 പേർക്കും ഭഗവാന്റെ വഴി കൊടുത്തു. ഇവരും 10,000 പേര് സന്യസിച്ചു പോയി. അപ്പോഴൊക്കെ അങ്ങോട്ട് ദക്ഷന് ദേഷ്യം പിടിക്കല്ല ഉണ്ടായത്. ഇങ്ങനെ കണ്ടു കത്തി വരിക തീ ഇങ്ങനെ കണ്ണിന്ന്. ദക്ഷൻ എന്താ ചെയ്തു വെച്ചാൽ വേഗം പൂമുഖത്തെ കിണ്ടിന്ന് ഇങ്ങോട്ട് വെള്ളം എടുത്തിട്ട് ഈ വിസ്തരിച്ചൊന്നും പറയാൻ നിൽക്കണില്ല. എന്താണെന്നറിയാം, വിസ്തരിച്ച് പറയുമ്പോഴേക്ക് മറ്റേ ആളിപ്പം ബസ് ഇറങ്ങി ഇടവഴി കൂടി വരുന്നുണ്ടാവും. ആര്? ബ്രഹ്മാവ്. അദ്ദേഹം ഇവിടെ എത്രയും രൂപ പണി തരാക്കണം. കയ്യിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തങ്ങോട്ട് ജപിച്ചിട്ട് എന്റെ ഇട്ടം പൊട്ടൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളെ പറഞ്ഞ് പറ്റിച്ച് ശബ്ദേ വഴി തെറ്റിച്ചില്ലേ ദുഷ്ടാ നാരദാന്ന് എനിക്ക് ഇരിക്കപ്പെടുത്തില്ല എന്റെ പൊട്ടേ എന്ന് പറഞ്ഞിട്ട് തളിച്ചു. ആ പൊട്ടേ എന്ന് പറഞ്ഞത് ഇങ്ങോട്ട് തളിക്കുമ്പോ നാരദ മഹർഷി ആ പടിപ്പര കയറി ഇങ്ങനെ വരിക. അത് തലേക്ക് അങ്ങോട്ട് വീണു. ആരുടെ? നാരദ മഹർഷിയുടെ. ആ ശാപം നാരദർ ഇങ്ങോട്ട് ഏറ്റുവാങ്ങി. ദക്ഷനെ വേണമെങ്കിൽ തിരിച്ച് ശപിക്കാനുള്ള ശക്തിയും പ്രഭാവം ആർക്കുണ്ട്? നാരദ മഹർഷിക്കുണ്ട്. പക്ഷെ ചെയ്തില്ല. എന്താ കാരണം? അത് സജ്ജനങ്ങൾ അങ്ങനെയാണ്. അതായത് ഈ ഓടയെന്ന്, ഓട പറഞ്ഞ മനസ്സിലാവില്ലേ? റോഡിന്റെ വക്കത്ത് കണ്ടിട്ടില്ലേ ഈ ചീത്തവെള്ളം പോണ വഴി? ഈ ഓടയിൽ നിന്ന് ചീത്തവെള്ളം ഒരു തെങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു മറ്റേ സാധനം ഉണ്ടല്ലോ, ഈ കേടായ സാധനം, ആ മച്ചിങ്ങ പോലത്തെ, അത് പ്രക്കോ പറഞ്ഞ വെള്ളത്തേക്ക് അങ്ങോട്ട് വീണു. അതിന് ഇത്ര വെള്ളം നമ്മുടെ മുണ്ടിക്ക് അങ്ങോട്ട് തെറിച്ചു. നമ്മൾ എന്ത് ചെയ്യും? ഓടെ ഏട്ടേ ഓടെ. നമ്മൾ അവിടെ നിന്ന് ഓടെ ചീത്ത വിളിക്കാൻ നിൽക്കുവോ? അതോ പറഞ്ഞോളൂ. ലേശം വകതിരിവുള്ളവരെന്താ ചെയ്യുക? അപ്പുറത്തെ കുളത്തിൽ പോയി മുണ്ട് പിഴിഞ്ഞ് കുടഞ്ഞു കൊടുത്ത് മുങ്ങി കുളിച്ച് ശുദ്ധം വരുത്തി അവനവന്റെ പാട്ടിന് പോവില്ലേ ചെയ്യുക? എന്താ കാരണം? ഓടയുടെ സ്വഭാവമാണ് നാറ്റിക്കല്. അതല്ലാതെ അതിനിപ്പോ ചന്ദനത്തിരി പോകാനൊന്നും പറ്റില്ല. ആർക്ക്? ഓടയ്ക്ക് ഓടയാവാനല്ലേ പറ്റുള്ളൂ. നമ്മൾ നമ്മുടെ സമ്പ്രദായങ്ങൾ നമ്മളും കൂടി ഓടയായാലോ വലിയ ഓടയാവും. എന്ത് അർത്ഥം മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അദ്ദേഹം നാരദരെ ശപിച്ചില്ല. ആ ശാപം പോലെ ഏറ്റുവാങ്ങി. എന്നിട്ട് ഇപ്പൊ അദ്ദേഹം എന്താ ചെയ്യണ വെച്ചിട്ടുണ്ടോ? അദ്ദേഹം ഇരിക്കെ പുറത്തില്ലായ ഒരു അനുഗ്രഹമായിട്ട് വാങ്ങിയിട്ട് ലോകം മുഴുവനും നടന്ന് എല്ലാവരും അനുഗ്രഹിക്കുക. ആലോചിച്ച് നോക്കും. നമ്മളിപ്പോ ഒരു ഗുരുനാഥനെ കാണിച്ചാൽ അദ്ദേഹത്തിന് ഇല്ലത്തെ ചെന്ന് തൊഴുത് നമസ്കരിച്ച് തഞ്ചും തരം നോക്കി എത്ര നേരം നിന്നിട്ട് വേണം ഒഴിവും തരം നോക്കിയിട്ട് ആളെ കണ്ട് മിണ്ടിയും പറഞ്ഞു പോരാൻ. സുലഭമായിട്ട് കാണാനൊന്നും പറ്റിയെന്ന് വരില്ല. ഇതിപ്പോ അതല്ല. നാരദ മഹർഷി ഇങ്ങനെയെന്ന് വെച്ചോ, ആർക്കാണോ ഭഗവാന്റെ അടുത്തേക്ക് പോണം, ഭഗവാനെ കാണണം എന്നൊരു മോഹം ഉണ്ടാവുന്നത്, അവരുടെ അടുത്തേക്ക് ഓട്ടോറിക്ഷ വിളിച്ച് ഇങ്ങോട്ട് വരും. ആര്? നാരദ മഹർഷി എങ്ങനെയില്ല ഇങ്ങോട്ട് വരില്ലേ ചെയ്യണത്? അങ്ങനെ നമ്മുടെ ഇടയിലൊരു മൊബൈൽ ഗുരുനാഥനാണ്. ആര്? ഇങ്ങോട്ട് പറഞ്ഞ ഗുരുനാഥനാണ്. നമ്മൾ അങ്ങോട്ട് പോവല്ല ഇവിടെ. അങ്ങനെ ലോകം മുഴുവൻ നടന്ന സജ്ജനങ്ങളെ അനുഗ്രഹിക്കുന്ന വലിയൊരു മഹാത്മാവാണ് ആര്? നാരദ ഭഗവാൻ. അങ്ങനെ അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു. ആ കാലത്ത് എന്താ ഉണ്ടായിച്ച്? ദക്ഷൻ വിചാരിച്ചു, ഇപ്പൊ രണ്ടാമതുണ്ടായ 10,000 മക്കളെയും സന്യസിപ്പിച്ചില്ലേ? അപ്പൊ ദക്ഷൻ വിചാരിച്ചു ഇനി ആൺകുട്ടികള് വേണ്ട, പെൺകുട്ടികളായിക്കോട്ടെ. എന്നാ പിന്നെ സന്യസിപ്പിക്കാൻ പറ്റില്ലല്ലോ. സന്യസിപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, വല്ലവരും സന്യസിക്കാൻ പോകണുണ്ടെങ്കിൽ ഇല്ലേണ്ടി ആക്കാനും പറ്റും. 2 ഗുണമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ദക്ഷന് 60 പുത്രിമാരാ പിന്നീട് ഉണ്ടായത്. 60 പേര് സന്താനങ്ങള് പെൺകുട്ടികളാ ഉണ്ടായത്. ഈ 60 പേരെ കുട്ടികളുണ്ടായ സമയത്ത് 60 പേരെ പുത്രിമാരുണ്ടായില്ലേ? ഈ പുത്രിമാരെയൊക്കെ എന്ത് ചെയ്തു? വേണ്ട മാതിരി ഓരോരുത്തർക്കായിട്ട് വിവാഹം ചെയ്തു കൊടുത്തു. എങ്ങനെ വിവാഹം ചെയ്തു കൊടുത്തത്? ദശധർമായ 10 പേരെ ധർമ്മദേവന് കൊടുത്തു. പിന്നെ 27 പേരെ ചന്ദ്രന് കൊടുത്തു. 13 പേരെ കശ്യപർക്ക് കൊടുത്തു. അങ്ങനെ പലർക്കായിട്ട് വിവാഹം ചെയ്തു കൊടുത്തു. ഈ കുട്ടികളെ എല്ലാരെയും കൊടുത്തു. അങ്ങനെ ഈ പറഞ്ഞ 60 കന്യകമാര് ദക്ഷന്റെ പുത്രിമാരുള്ള കൂട്ടത്തിൽ അതിൽ 13 പേരെ, എത്ര പേരെ?
13 പേരെയാണ് നമ്മുടെ കശ്യപര് വിവാഹം ചെയ്തത്. ആ 13 പേരില് ഓരോരുത്തരാണ് അതിഥി, ദിതി, ധനു, കാഷ്ഠ, അരിഷ്ട, സുരസ, ഇള എന്നൊക്കെ പറയും. മുനി ക്രോധവശാതമ്രാസുരഭിസരമാതിമേ. 13 പേരാ അതൊക്കെ. ഈ 13 പേരെ പെൺകുട്ടികളെ ആർക്ക് കൊടുത്തു? കശ്യപർക്ക് കൊടുത്തു. ഈ 13 മക്കള് കശ്യപര് വെള്ളിയഴിച്ച കൂട്ടത്തില് അതിൽ അതിഥി മൂത്തയാള്. അതിഥി അല്ല, അത് നമ്മുടെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പറഞ്ഞ ആള് അതല്ല. അതിഥി അല്ല, അതിഥി. അക്ഷരമൊക്കെ ശുദ്ധമായിട്ട് പറയണട്ടോ, ഇല്ല ആള് മാറിയപ്പോ. മധ്യപ്രദേശും ഉണ്ട്. രണ്ടാമത് പറഞ്ഞ എല്ലായിക്കലും ഉണ്ട്, മറ്റേതൊരിക്കലേ ഉള്ളൂ. മധ്യപ്രദേശം എവിടെയുള്ളൂ? ഇന്ത്യ രാജ്യത്തിനെ നടക്കിയിരിക്കുന്നതാണ് മധ്യപ്രദേശം എവിടെ ഇല്ലാത്തത്? അതൊന്ന് പറയൂ. എന്നുവെച്ചാൽ മധ്യപ്രദേശം പറഞ്ഞ അർത്ഥം കള്ളു കുടിക്കണവരുടെ നാട്, അല്ലെങ്കിൽ അതല്ലേ കുടിക്കണത്? അപ്പൊ അക്ഷരം മാറുമ്പം അർത്ഥം മാറണമെന്നുണ്ടില്ല. ശുദ്ധമായിട്ട് പറയണം, കുട്ടികളൊക്കെ ശീലിക്കണം കേട്ടോ. അതിന് ആദ്യം അവനവൻ പറയണം. ഇങ്ങനെ ഈ അതിഥി മൂത്ത മകള അതിഥി, ഈ അതിഥി എന്ന് പറഞ്ഞ പെൺകുട്ടിയിലെ കശ്യപ പ്രജാപതിക്ക് 12 പുത്രന്മാരുണ്ടായി. ആ 12 പുത്രന്മാർക്ക് പറയുന്ന പേരാണ് ദ്വാദശ ആദിത്യന്മാര് എന്ന് പറയും. 12 പേര്. ഈ ദ്വാദശ ആദിത്യന്മാരില് ഒരാളായിരുന്നു ത്വഷ്ടാവ്. ശ്രദ്ധിച്ച് കേൾക്കണേ, ത്വഷ്ടാവ്. ഈ ത്വഷ്ടാവ് വിവാഹം ചെയ്തത് അസുരന്മാരുടെ അനിയത്തിക്കുട്ടി രചന എന്ന പേരായ പെൺകുട്ടിയാണ് വിവാഹം ചെയ്തത്. ഈ രചനയില് ത്വഷ്ടാവിന് 2 പുത്രന്മാരുണ്ടായി. വിശ്വരൂപൻ, സന്നിവേശൻ എന്ന് പറയും. അതില് ഈ വിശ്വരൂപൻ ദേവേന്ദ്രാദി ദേവന്മാരുടെ ഗുരുവായിട്ട് തീർന്നു എന്നും പറയും. എന്താ പറഞ്ഞത്? ദേവേന്ദ്രാദി ദേവന്മാരുടെ ഗുരുവായിട്ട് തീർന്നു. പറഞ്ഞത് വല്ലതും മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മളിപ്പോ കഥയുടെ ആ വഴിയിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ബൈപ്പാസിലേക്ക് കയറുകയാണ്. ഈ ബൈപ്പാസിൽ നമ്മൾ ഹൈവേയിലേക്ക് കയറും. അതിൻ്റെ ഇടയ്ക്ക് എവിടെയാ കയറിയത്, എവിടുന്നാ കയറിയതെന്ന് മനസ്സിലായില്ലെങ്കിൽ ഒരു വിവരം ഇല്ലാണ്ട് അങ്ങനെ ഒരു പങ്കപ്പാട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വെടുപ്പായിട്ട് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നും കൂടി പറയട്ടെ, ഇനി പറയില്ല. അതായത് ഈ ദക്ഷന്റെ പുത്രിമാര് 60 പേര്. 60 പേരിൽ 13 പേരെ വിവാഹം ചെയ്തത് കശ്യപര് വിവാഹം ചെയ്ത 13 പേരിൽ ഒരാളാണ് ആര്? മൂത്തയാള് അതിഥി. അതിഥിയിൽ കശ്യപർക്കുണ്ടായ പുത്രന്മാര് 12. അതാണ് ആര്? ദ്വാദശ ആദിത്യന്മാര്. ഈ ദ്വാദശ ആദിത്യന്മാരിൽ ഒരാളാണ് ആര്? ത്വഷ്ടാവ് വിവാഹം ചെയ്തത് അസുരന്മാരുടെ അനിയത്തിക്കുട്ടി രചന എന്ന് പറയും. ഈ രചനയിൽ പുത്രന്മാര് 2. ആരൊക്കെ? വിശ്വരൂപൻ, സന്നിവേശൻ എന്ന് പറയും. ആ വിശ്വരൂപനാണ് ദേവേന്ദ്രാദി ദേവന്മാരുടെ ഗുരു ആയതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അത്രയൊക്കെ മതി. ഇനി മനസ്സിലാവില്ലേ? ധരിച്ചു വെക്കോട്ടോ, മനസ്സിലാവില്ലേ? രൂപം കിട്ടണ്ടേ? അപ്പൊ ഈ ഇദ്ദേഹം ഉണ്ടായി. അപ്പൊ ചോദിച്ചു, അങ്ങനെയല്ലല്ലോ കേട്ടേക്കണത്. ആര് ചോദിച്ചു? പരീക്ഷിത് ചോദിച്ചു. ഈ ഗുരുനാഥൻ, ദേവന്മാരുടെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ബൃഹസ്പതി മഹർഷി അല്ലേ? ചോദിച്ചു. ആണ്. പിന്നെ എങ്ങനെ ഈ വിശ്വരൂപം ഗുരു ആയത്? അതായത് ബൃഹസ്പതി മഹർഷി ഗുരു തന്നെ. ശരി, ആ ഗുരു ആയിട്ടിരിക്കണേ ബൃഹസ്പതി മഹർഷി ദേവേന്ദ്രൻ നിന്ദിച്ചു. ആ നിന്ദിച്ച കാലത്ത് ബൃഹസ്പതി ദേവന്മാരെ ഉപേക്ഷിച്ചു. അങ്ങനെ ഉപേക്ഷിച്ച കാലത്താണ് വിശ്വരൂപൻ ആരായത്? ഗുരു ആയിട്ട് തീർന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അതെങ്ങനെയപ്പത് ഗുരുവിനെ നിന്ദിക്കേ? അതെന്തിനാ ഇന്ദ്രൻ അങ്ങനെ നിന്ദിച്ചത്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ആരെങ്കിലും ഗുരുവിനെയൊക്കെ നിന്ദിക്കോ? പരീക്ഷത്തിന് വലിയ കൗതുകമായി. എന്താ കാരണം? പരീക്ഷത്തിന് ഈ ഗുരുനാഥന്മാരെയൊക്കെ നല്ലോണം നമസ്കരിച്ചിട്ടും സേവിച്ചിട്ടാണ് ശീലം. അപ്പോഴാണ് ഗുരുവിനെ നിന്ദിച്ച കഥ കേൾക്കുന്നത്. അപ്പൊ സഹിച്ചില്ല. ചോദിച്ചു, കസ്യഹേതോ, അതെന്തിനേത്? അതായത് കസ്യഹേതോ, എന്ത് കാരണത്തിനാ ഗുരുവിനെ നിന്ദിച്ചത്? കസ്യഹേതോ പരിത്യക്തത ആചാര്യേണാത്മനസുരാഹ ഏതദാചക്ഷുഃ ഭഗവൻ ശിഷ്യാണാം അക്രമം ഗുരൗ. എന്തിനീ ശിഷ്യൻ അക്രമം കാണിച്ചത് ഗുരുവിനോട്? അങ്ങനെ പാടില്ലല്ലോ. എന്തുണ്ടായത് ചോദിച്ചു. അപ്പൊ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു. അതായത് ഇന്ദ്രൻ ഈ ഇന്ദ്രലോകത്ത്, ദേവലോകത്ത് താനാണ് ത്രിലോകാധിപതി എന്നുള്ള മറ്റുള്ള അഹമ്മദിയോട് കൂടിയിട്ട് ഇന്ദ്രലോകത്തെ കസേര സുധർമ്മ എന്ന് പറഞ്ഞ ആ സഭയില് തന്റെ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ദ്രൻ ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയത്താണ് ആര് കയറി വന്നു? ആ സഭയിലേക്ക് ബൃഹസ്പതി മഹർഷി കടന്നു വന്നു. ബൃഹസ്പതി മഹർഷി കടന്നു വന്നപ്പോ എന്താ ഉണ്ടായേ ചോദിച്ചാൽ, ഇന്ദ്രൻ എന്താ വേണ്ടത്? ശരിക്ക് എഴുന്നേറ്റ് നിന്ന് തൊഴുത് നമസ്കരിക്കുകയൊക്കെയാ വേണ്ടത്. വാസ്തവത്തിൽ എന്താ ചോദിച്ചാല്, നമ്മുടെ ഗുരുനാഥന്മാരെയൊക്കെ നമ്മൾ കണ്ടാൽ എഴുന്നേറ്റ് നിന്ന് തൊഴുത് നമസ്കരിച്ച് വിനയത്തോടെ നല്ലോണം മനസ്സിരുത്തണം എന്നാണ് ഈ ഗുരുനാഥന്മാരെന്ന് പറഞ്ഞ അർത്ഥം. മഹാത്മാക്കളെ ആരെ കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണം?
എഴുന്നേറ്റ് നിന്ന് ബഹുമാനത്തോടെ ഭക്തിയോടെ അവരെ ബഹുമാനിച്ച് എന്നിട്ട് ആ മഹാത്മാക്കൾ ഈ വന്നിരുന്നതിന്റെ ശേഷം അവരുടെ അനുവാദത്തോടു കൂടി ഇരിക്കുക എന്നൊക്കെയാ പഴയ സമ്പ്രദായം. എന്തിനാ അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ വേദത്തിൽ അങ്ങനെ ഒരു മന്ത്രം പ്രമാണം ഉണ്ട്. ഏകേചസ്മൽ ശ്രേയാംസോ ബ്രാഹ്മണാഃ തേഷാം ത്വയാ ആസനേന പ്രശ്വസിതവ്യം. അത് ഭാഗവതത്തിലത്തെ അല്ല, വേദത്തിലത്തെയാണ്. അതായത് നമ്മൾക്ക് നന്മയുണ്ടാവണമെന്ന് കണക്കാക്കി പുറപ്പെട്ട വിദ്വാൻമാരായ ഗുരുനാഥന്മാരില്ലേ, അവരെയൊക്കെ കണ്ടാൽ നമ്മൾ ബഹുമാനിച്ച് എഴുന്നേറ്റിരുന്ന് അവർക്കൊക്കെ പീഠം ഇരിക്കാനുള്ള സ്ഥാനം കൊടുത്ത് നല്ലോണം ബഹുമാനിക്കണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്നറിയും. നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ പൂജ്യ വ്യതിക്രമം, പൂജ്യരായവരെ പൂജിക്കായ കൊണ്ടുണ്ടാവണ ഒരു പാപം ഉണ്ടാവും. അത് നമ്മൾ അറിഞ്ഞാലും ഉണ്ടാവും, അറിയാണ്ട് ചെയ്താലും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ എങ്ങനെയാ, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ആരെങ്കിലും കണ്ടാൽ നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കും. അദ്ദേഹം അവിടെ വന്നിരുന്നാൽ നമ്മളവിടെ വന്നിരിക്കും. അപ്പൊ അനുവാദത്തോടു കൂടി വന്നിരിക്കുക എന്നൊക്കെയാ പറയാം. അനുവാദമൊന്നും ഇല്ലെങ്കിൽ അത്രയെങ്കിലൊക്കെ ഉണ്ടല്ലോ. ഇനി അതും കുറയേ ഉള്ളൂ. ശരിയല്ലേ? അത് അങ്ങനെയൊക്കെ ഉണ്ട്. കാലം അങ്ങനെ മാറുമ്പോ ആ സമ്പ്രദായങ്ങളൊക്കെ പോകുകയാണെങ്കിൽ അപ്പൊ ബഹുമാന്യരെ ബഹുമാനിക്കുക എന്നുള്ളതൊരു നമ്മൾക്ക് ബഹുമാന്യരായവരെ ബഹുമാനിക്കുമ്പോഴേ മറ്റുള്ളവര് നമ്മളെ ബഹുമാനിക്കുള്ളൂ. ഈ ബഹുമാനം അങ്ങോട്ട് കൊടുക്കുമ്പോഴേ ബഹുമാനം ഇങ്ങോട്ടും ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇത് അങ്ങാടി പോയി 2 കിലോ 3 കിലോ വാങ്ങാനൊന്നും പറ്റില്ല. എല്ലാവരെയും നമ്മൾ ശീലിക്കുക ബഹുമാനിക്കാൻ. അപ്പൊ നമുക്ക് ഇങ്ങോട്ടും ബഹുമാന്യത ഉണ്ടാവും എന്നാ പറയുക. പക്ഷെ ഇന്ദ്രൻ എന്തേ ചെയ്തു വെച്ചാൽ അങ്ങനെ ചെയ്തില്ല, നമസ്കരിച്ച്. നമുക്ക് ഗുരുനാഥന്മാരെയൊക്കെ കണ്ടാ പണ്ട് കാലത്ത് ഇന്നത്തെ മാതിരിയൊന്നുമല്ല. അതുകൊണ്ടാണ് ഈ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മൾക്കത് ദുരിതമായിട്ട് വരും. അതെന്താ വെച്ചാൽ പണ്ട് ദിലീപൻ എന്ന പേരായിട്ട് രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സന്താനം ഉണ്ടായില്ല. ദിലീപ മഹാരാജാവിന് സന്താനം ഇല്ലാണ്ട വന്ന് അദ്ദേഹം ഒരു പാപം ചെയ്ത ആളല്ല, ശുദ്ധനാണ്. അപ്പൊ ചോദിച്ചു, വസിഷ്ഠ മഹർഷി ഗുരുനാഥന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്തൊക്കെ സന്താനം ഇല്ലാണ്ട് ആവാൻ ചെയ്തു, ഞാൻ എന്ത് പാപ ചെയ്തത് ചോദിച്ചു. അപ്പൊ വസിഷ്ഠര് പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, പ്രശ്നമൊന്നും വെച്ചിട്ടില്ല, നമ്മൾ പറയുമ്പോൾ ഒഴുക്കനങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയിപ്പോ അതെവിടെയും പോയി പറയണ്ട, അദ്ദേഹം ജ്യോത്സ്യനാണ് നമുക്ക്. അല്ല, അദ്ദേഹം വിദ്വാനായതുകൊണ്ട് അദ്ദേഹം അത് കണ്ടറിഞ്ഞിട്ട് പറഞ്ഞു, ത്രികാലജ്ഞനല്ലേ, അതുകൊണ്ട് പറഞ്ഞു, അങ്ങ് പാപം ചെയ്തിട്ടല്ല രാജാവ്, അറിയാതെ ഒരു അബദ്ധം അങ്ങേക്ക് പറ്റിയിട്ടുണ്ടെന്ന്. അതെന്ത് ചോദിച്ചു. ഈ മഹാരാജാവ് ദിലീപൻ മഹാകേമനായതുകൊണ്ട് ദേവലോകത്തൊക്കെ സഹായിയായിട്ട് പോവാറുണ്ട്. ദേവേന്ദ്രനെ സഹായം ചെയ്യാനൊക്കെ അദ്ദേഹം കൂടെ പോവാറുണ്ട്. അങ്ങനെ ദേവലോകത്ത് ഒരിക്കലും സഹായം ചെയ്ത് മടങ്ങി തിരിച്ച് കൊട്ടാരത്തേക്ക് വരുമ്പം നന്ദനോദ്യാനത്തിന്റെ ആ ഭാഗത്തെ വഴി കൂടിയാണ് ആര് വരുന്നത്. നന്ദനോദ്യാനം എന്ന് കേട്ടാൽ മനസ്സിലാവില്ല. എന്താ നന്ദനോദ്യാനം എന്ന് പറഞ്ഞാൽ? എന്താ? ദേവലോകത്തെ വെൽ നോൺ പാർക്കാണ് ഇത്. നന്ദനോദ്യാനം എന്ന് പറഞ്ഞാൽ ദേവലോകത്തെ വലിയ ഉദ്യാനത്തിന്റെ പേരാണ്. കുട്ടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ, അങ്ങനെ അലസായിട്ട് വിടരുത്. ഈ നന്ദനോദ്യാനത്തിന്റെ ആ ഭാഗത്തിൽ കൂടി വരുമ്പം നന്ദനോദ്യാനത്തിൽ അന്ന് നമ്മുടെ ഈ കാമധേനുവിനെ അറിയില്ലേ? കാമധേനു സുരഭി എന്ന് പറയും. ആ കാമധേനു അവിടെ കിടക്കണുണ്ടായിരുന്നു. എവിടെ? ഈ നന്ദനോദ്യാനത്തില്. മഹാരാജാവാണെങ്കിൽ കൊട്ടാരത്തിലേക്കുള്ള വിചാരം ധൃതി കാരണം ഓടി പോരുകയാണ്. എവിടുന്ന്? അവിടെ യുദ്ധമൊക്കെ കഴിഞ്ഞ് സഹായമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആ കാര്യമൊക്കെ നേരി, ഇന്ദ്രന്റെ കാര്യമൊക്കെ നേരിയായി പവനോന്റെ ഇല്ലത്തേക്ക് മടങ്ങുകയാണേ. എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും അന്യദേശത്ത് കുടുംബത്തേക്ക് വരുമ്പോൾ ധൃതി ഉണ്ടാവും. എന്താ കാരണം? പത്രത്തിന്റെ കാശ്, പാലിന്റെ കറണ്ടിന്റെ ബില്ലൊക്കെ അവിടെ കിടക്കണ്ടേ. കുടുംബ വ്യവലാതി ഉണ്ടാവില്ലേ, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവില്ലേ. കറണ്ടിന്റെ ബില്ലല്ലെങ്കിലും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ബില്ലിന്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ കുടുംബത്തെ കൊട്ടാരത്തിലെ കാര്യങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് നിരീക്ഷിച്ച് ധൃതിയിൽ വേവലാതിപ്പെട്ടിട്ട് രാജാവ് മടങ്ങി വരുമ്പം നന്ദനോദ്യാനത്തിൽ കിടക്കണ ആരെ കണ്ട് ശ്രദ്ധിച്ചില്ല? കാമധേനുവിനെ. കാമധേനു അവിടെ ഉണ്ടായിരുന്നു. രാജാവ് ഇങ്ങോട്ട് പോകുന്നു. ആ കാമധേനു ശപിക്കൊന്നും ഉണ്ടായില്ല. പക്ഷെ രാജാവ് അങ്ങനെ ആ മഹിമയോട് അങ്ങനെ ചെയ്യോണ്ട് രാജാവിന് എന്തില്ലാണ്ട് ഇങ്ങനെ ഒരു വിഷമുണ്ടായി, സന്താനല്യായി ഉണ്ടായിന്ന്. ഇത് വസിഷ്ഠര് പറഞ്ഞപ്പോഴാണ് ആരാ അറിയണത്? ദിലീപൻ പറഞ്ഞു, ഞാൻ അങ്ങനെ അറിഞ്ഞും കൊണ്ട്, അല്ല അങ്ങ് അറിഞ്ഞും കൊണ്ട് ചെയ്തതല്ല, അറിയാണ്ട ചെയ്തതാണെങ്കിൽ അതിന് ഇങ്ങനെ ഒരു ഫലം ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് എന്താ പരിഹാരം ചോദിച്ചു. പരിഹാരം ഉണ്ട്. എന്താ വെച്ചിട്ടോ, കാമധേനുവിന്റെ മകള് നന്ദിനി എൻ്റെ ഇല്ലത്തുണ്ട്. ആരുടെ? വസിഷ്ഠരുടെ ഇല്ലത്തുണ്ട്. അതിനെ നല്ലോണം സന്തോഷിപ്പിച്ചാൽ കാമധേനു സന്തോഷിച്ചോളും എന്നും പറഞ്ഞു. അങ്ങനെയാണ് ഈ കാമധേനുവിന്റെ മകള് നന്ദിനിയെ പരിചരിച്ച് മഹാരാജാവ് അനുഗ്രഹം വാങ്ങിയിട്ടാണ് അദ്ദേഹത്തിന് ദിലീപന് രഘു എന്നു പേരായ പുത്രൻ ഉണ്ടായത്. അപ്പൊ അറിയണ്ടാണെങ്കിലും പൂജിക്കേണ്ടതിനെ ബഹുമാനിക്കായോണ്ടുണ്ടായേ. അതുകൊണ്ട് നമ്മൾ വിദ്വാൻമാരെയും മഹാത്മാക്കളെയൊക്കെ കണ്ടാൽ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ കണ്ടില്ലേ, ശ്രീശുകർ വന്നപ്പോൾ എല്ലാ മഹർഷിമാരും എഴുന്നേറ്റ് തൊഴുതു എന്നൊക്കെ പറഞ്ഞത് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് പതിവ്. ശ്രദ്ധിക്കണം. അതേ പഴയ കാലത്ത് ഗുരുനാഥന്മാരുടെ കൂടെ നടക്കണതിനും ഒക്കെ ഒരു ചിട്ടയും സമ്പ്രദായം ഉണ്ടേ. ഗുരുക്കന്മാരുടെ കൂടെ മുമ്പിൽ നിന്ന് വർത്തമാനം പറയുമ്പോൾ നമ്മൾ ആ വായ തുറന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇല്ലേ പറയുള്ളൂ, പറഞ്ഞ് ചിരിക്കാനൊന്നും
ഒരു ഒതുക്കത്തിലേ ചിരിക്കില്ല, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ പണ്ട് പറയണത്? ഒരു ഒതുക്കത്തിലേ പതിവുള്ളൂ. ഗുരുനാഥന്റെ കൂടെ നടക്കുകയാണെങ്കിലും സമ്പ്രദായമുണ്ട്. ഗുരുനാഥന്റെ കാലടിയുടെ മുമ്പിൽ നമ്മുടെ കാലടി വരാൻ പാടില്ല. ഗുരുനാഥൻ അങ്ങനെ നടക്കുമ്പോൾ ഗുരുനാഥന്റെ കാലടിയില്ലേ, ഗുരുനാഥന്റെ കാലടിയുടെ മുമ്പിൽ നമ്മുടെ കാലടി വരാൻ പാടില്ല. അപ്പൊ കാലടിയല്ല, കയ്യടി തന്നെ മുമ്പിൽ കൂടി വരും. കാലമൊക്കെ മാറി, ശരിയല്ലേ? എന്തൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളിപ്പോ. എന്നാലും കേട്ടു, മാഷിന്റെ അടുത്ത് വന്ന് തട്ടിക്കളയുന്നു, പുറത്തേക്ക് ഇറങ്ങിയത്. മാഷ് ഇങ്ങനെ വിറച്ച് മുണ്ടൊക്കെ നനഞ്ഞിട്ട് അത്രേ പോണത്. പഠിപ്പിക്കാൻ പോണവർക്ക് നോക്കി കണ്ടു പോയിക്കോളൂ കേട്ടോ. പേടിയാവും ഓരോന്ന് വായിക്കുമ്പോൾ. നാളെ ക്ലാസ്സിൽ പോട്ടെ എന്നൊരു സംശയം വരുന്നുണ്ട്. പറഞ്ഞത് നേരം പോക്കാണെങ്കിൽ കാലം പോണ പോക്ക് നോക്കൂ. ഇല്ലേ എന്താ പണ്ടൊക്കെ എങ്ങനെയുണ്ടോ എന്തെങ്കിലും ആവട്ടെ. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം പുതിയ അങ്ങനെയല്ല, പണ്ടൊന്നും അങ്ങനെയല്ല, വലിയ ഭക്തിയുള്ള കാലാണ്. ഇങ്ങനെ കൊണ്ടാടേണ്ട ഗുരുനാഥൻ മുമ്പിക്ക് വന്നപ്പോ ദേവേന്ദ്രൻ എന്ത് ചെയ്തില്ല? അമർന്ന് അവിടെ ഇരുന്നു, എണീട്ടില്ല. ബൃഹസ്പതി ഇങ്ങോട്ട് കടന്നു വരുമ്പോ ഇന്ദ്രന്റെ ഒരു ഭാവം കണ്ടപ്പം അദ്ദേഹത്തിന് മനസ്സിലായി നേരെയാവില്ലെന്ന്. ബൃഹസ്പതി മഹർഷി എന്ത് ചെയ്തു? അദ്ദേഹം തത്രൈവ അന്തരധീയത, അവിടെ തന്നെയാണ് കാണാണ്ടേ, അപ്രത്യക്ഷായി മഹർഷി അങ്ങനെ അന്തർധാനം ചെയ്തപ്പം അപ്പോഴാണ് ഇന്ദ്രന് തോന്നിയത് അബദ്ധായി എന്ന്. എന്തായി? നമുക്ക് അങ്ങനെയാണല്ലോ, കുറച്ച് കഴിഞ്ഞിട്ടല്ലേ നേരം വെളിച്ചാവുക. കുറച്ച് കഴിയുമ്പോഴേക്ക് വിവരം വരില്ല, അപ്പോഴേക്ക് വൈകുന്നേരം ആയിട്ടുണ്ടാവും. എന്തല്ലേ കഥ? അതാ എപ്പോഴും പറയാറില്ലേ, പശുവിഞ്ചത്ത്. ഞാൻ ബാക്കിയൊക്കെ പറഞ്ഞോളൂ, നേരം കളയണ്ടല്ലോ വെറുതെ. ബാക്കി മനസ്സിലായില്ലേ? യാത്രയൊക്കെ മതി. കുറെ കഴിഞ്ഞിട്ടേ നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് തോന്നില്ല. വല്ലാത്ത ബുദ്ധിമുട്ടാണതേ. ഇന്ദ്രൻ എങ്ങനെ ചോദിച്ചു, കഷ്ടായി നിരീക്ഷിച്ചു. എവിടെ നോക്കിയിട്ട് ആരെ കാണാനില്ല? ഗുരുനാഥനെ കാണാനില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? കഷ്ടായി. ഗുരു പോയപ്പോഴേക്ക് ഗുരുത്വം പോയി. ഇന്ദ്രന്റെ ഗുരുത്വം പോയപ്പോ ഇന്ദ്രന്റെ ശക്തിയും പോയി. ശക്തി പോയപ്പം ആര് വന്നു തുടങ്ങി? അസുരന്മാര് കയറി വന്നു തുടങ്ങി. ചെറിയൊരു കാര്യം പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മളെ ഈ ഭാഗവതത്തിലെ ശ്ലോകമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ശ്ലോകങ്ങൾ മുഴുവനും നമുക്ക് പഠിച്ചാൽ കിട്ടുന്ന ഒരു വിവരമാണ്. എന്ത്? എവിടെയും ശ്ലോകമായിട്ട് പറഞ്ഞിട്ടില്ല. ചില എല്ലാ ശ്ലോകങ്ങളൊന്നും കാര്യമായിട്ട് പഠിച്ചാൽ നമുക്കൊരു വിവരം കിട്ടില്ല. വിവരം അതായത് ദേവന്മാർക്ക് ബലം കുറഞ്ഞാലും, മനസ്സിലായില്ലേ, അസുരന്മാർക്ക് ബലം കൂടിയാലും, ഇത് രണ്ടും കൂടി ഒന്നിച്ചുണ്ടായാലും, രണ്ടിൽ ഓരോന്ന് ഒറ്റയ്ക്കുണ്ടായാലും അസുരന്മാര് ദേവലോകത്തുണ്ടാവും. ഇക്വേഷനാ. എന്ത്? ദേവന്മാർക്ക് ബലം കുറഞ്ഞാലും അസുരന്മാർക്ക് ബലം കൂടിയാലും, രണ്ടും കൂടി ഒന്നിച്ചുണ്ടായാലും ഓരോന്ന് ഒറ്റയ്ക്കുണ്ടായാലും അസുരന്മാർ എവിടെ ഉണ്ടാവും? ദേവലോകത്തുണ്ടാവും. അത് അവിടെ മനസ്സിരുത്തിക്കോളൂ, ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരരുത്. നോക്കൂ, ഇപ്പൊ അസുരന്മാർക്ക് കയറി വന്നു, ദേവന്മാർക്ക് ബലം കുറഞ്ഞു. എന്താ കാരണം? ഇത് ഗുരുത്വം പോയപ്പോ ബലം പോയപ്പോ എന്ത് കയറി വരാൻ തുടങ്ങി? ആസുരീയമായ സമ്പ്രദായങ്ങള് അകത്തേക്ക് കയറി വരാൻ തുടങ്ങി. ഈ ആസുരീയമായ സമ്പ്രദായങ്ങള് അസുരശക്തി കയറി വന്ന് ദേവസമ്പ്രദായങ്ങളെ നശിപ്പിക്കാൻ പുറപ്പെട്ടപ്പം ദേവേന്ദ്രന് വെപ്രാളായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് കഷ്ടല്ലേ? എങ്ങനെയുണ്ട് നിവൃത്തി? എന്താ ഒരു നിവൃത്തി? ഓടി ചെന്നു ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നമസ്കരിച്ചു. ഭഗവാനെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ദേവേന്ദ്ര, എന്നെ രക്ഷിക്കണം എന്നൊക്കെ എനിക്ക് മോഹമുണ്ട്, പക്ഷെ ഞാൻ രക്ഷിച്ചാൽ ഇപ്പൊ നീ നേരെയാവില്ല എന്നും പറഞ്ഞു. അതെന്താ ചോദിച്ചു? ഈ ഗുരുത്വം ഇല്ലാത്തവന് ഈശ്വരാനുഗ്രഹം പോലും ഫലിക്കില്ല. എന്താ പറഞ്ഞത്? ഗുരുത്വം ഇല്ലെങ്കിൽ ഈശ്വരൻ അനുഗ്രഹിച്ചാലും നമുക്ക് ഫലിക്കില്ല. എന്താ അങ്ങനെ പറഞ്ഞത്? അപ്പൊ ഗുരു ആണോ വലുത്, ഈശ്വരനാണോ വലുത്? ആകെ സംശയമായി, ആകെ പശകായില്ലേ? ചിലർ ഗുരു പറയുന്നു, ചിലർ ഈശ്വരൻ എന്ന് പറഞ്ഞു, ചിലർ അതല്ല വേറെ ചിലത് പറയുന്നു. അങ്ങനെയില്ല. ഗുരു ആണോ വലുത്, ഈശ്വരനാണോ വലുത് എന്ന് ചോദിച്ചാൽ പണ്ട് വിവേകാനന്ദ സ്വാമികൾ പറയും, ഗുരുനാഥനും ഈശ്വരനും കൂടി ഒന്നിച്ചു വന്നാൽ ഞാൻ ആദ്യം ഗുരുനാഥനെ നമസ്കരിക്കും, പിന്നെ ഈശ്വരനെ നമസ്കരിക്കും. ചെന്താർത്ഥം? ഈ ഈശ്വരനെ കാണിച്ചു തന്നയാളാണ് ഇദ്ദേഹം. ആര്? ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല വെച്ചാൽ മറ്റേത് കണ്ടാൽ മനസ്സിലാവില്ലേ? ഇത് കണ്ടാല് ഈശ്വരനെ കണ്ടാൽ മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ടാണ് ഗുരുനാഥനെ വലിയ കേമായിട്ട് ഗുരു അങ്ങനെയുണ്ട്. ശിവേരുഷ്ടേ ഗുരുസ്ത്രാത ഗുരുരുഷ്ടേന ശങ്കര എന്ന് പറയും ദേവി ഭാഗവതം. എന്താ പേര്? ദേവി ഭാഗവതം എന്ന് കേട്ടറില്ലേ? അത് വേറൊരു പുരാണാണ്. അതിൽ പറയും, ശിവേരുഷ്ടേ ഗുരുസ്ത്രാത ഗുരുരുഷ്ടേന ശങ്കര. ഭഗവാൻ കോപിച്ചാൽ രക്ഷിക്കാൻ ഗുരു ഉണ്ടാവും. ഭഗവാൻ കോപിച്ചു, ഗുരുനാഥൻ എന്താ ചെയ്യുക? അതിനുണ്ണി എങ്ങനെ ചെയ്താൽ മതി? വിദ്യ ആര് പറഞ്ഞുതരും? ഗുരുനാഥൻ പറഞ്ഞുതരും. പക്ഷെ ഗുരുനാഥൻ കോപിച്ചാലോ പിന്നെ കഴിഞ്ഞു, ഇനി നോക്കണ്ട. എന്താ കാരണം? ഗുരുനാഥൻ കോപിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഭഗവാൻ രക്ഷിക്കാണ്ടാവും. ഇല്ല, അങ്ങനെ ഒരാളെ നമുക്ക് അറിയില്ലല്ലോ. അത് കാണിച്ചു തരേണ്ട ആളാണ് ആര്? ഗുരു. അതാണ് ഇരിക്കണ കൊമ്പ മുറിച്ചതേ. ഇരിക്കണ കൊമ്പ മുറിക്കാന്ന് കേട്ടിട്ടില്ലേ? ഇരിക്കണ കൊമ്പ മുറിച്ചാൽ എന്താ ഉണ്ടാവണത്? അതൊക്കെ ഊണ് കഴിഞ്ഞിട്ട് ആലോചിച്ചോളൂ എന്താ ഉണ്ടാവുകയെന്ന്. വെറുതെ മൈക്ക് കൂടി വന്ന് നേരം കളയേണ്ട വല്ല കാര്യമുണ്ടോ? നാശല്ലേ ഉണ്ടാവണത്. ഇതാണ് കഥ. അവരെ ഗുരുനാഥന്റെ അനുഗ്രഹം ഇല്ലാച്ചാൽ ഈശ്വരാനുഗ്രഹം പോലും
ഫലിക്കും. അത് വെറുതെ പറഞ്ഞതല്ല. പണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായിപ്പോളേ, വെള്ളപ്പൊക്കം ഉണ്ടായി 18 കേട്ടോ, പഴയ വെള്ളപ്പൊക്കം ഉണ്ടായി, വെള്ളം അങ്ങോട്ട് പൊങ്ങി, എല്ലെങ്കിലും മുങ്ങി, 4-8 മുങ്ങി, എല്ലാം മുങ്ങി, 10 പേരെ മുങ്ങി, കളപ്പരിയും കുളപ്പരിയൊക്കെ മുങ്ങി, എല്ലാം മുങ്ങി. 2 ദിവസം വെള്ളം നിൽക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് വെള്ളം താഴ്ന്നപ്പോൾ വടക്കേ ചായ്പ് വീണും പോയി, 10 പേരയിലെ നെല്ല് മുളച്ചും പോയി. ഒക്കെ കഷ്ടപ്പാട്, ഒന്നും പറയണ്ട. അപ്പൊ ആരോ പറഞ്ഞു, തിരുമേനി പേടിക്കേണ്ട, ഒരു കാര്യം ചെയ്യും, തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു പരാതി കൊടുത്താൽ മതി, എന്നാ ദുരിതാശ്വാസ നിധിന്ന്, മുഖ്യമന്ത്രിയുടെ നിധിന്ന് എന്ത് കിട്ടും, സഹായം കിട്ടും എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഈ നിധി കിട്ടണമെങ്കിൽ അതുവരെ പോവാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. അവിടെ അമ്പലത്തിലെ ശാന്തി കഴിച്ചു കൂട്ടുക, അങ്ങനെ ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണെ ഒന്നും വേണ്ട, ഇല്ല തരാവില്ല എന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് അത്രയ്ക്ക് പ്രാപ്തി ഇല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മൾ അമ്പലത്തിൽ പൂജയും കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴാണ് അവിടുത്തെ കമ്മിറ്റിയിലെ മറ്റേ കാരണവര് പറഞ്ഞു, തിരുമേനി ഇവിടെ മുഖ്യമന്ത്രി ഇവിടെ അടുത്തൊരിക്കലും ഒരു പെട്ടിക്കട ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ട് പൊയ്യ കാണാമെന്നും പറഞ്ഞു. തിരുവനന്തപുരത്തേക്ക് പോകേണ്ട, അവിടെ പൊയ്യ കാണാമെന്നും പറഞ്ഞു. അപ്പൊ നമ്മൾ തച്ചെടുത്ത് അഴിക്കാൻ നിൽക്കാണ്ട് ഒരു തോർത്തുമുണ്ട് എടുത്ത് തോളത്തിട്ട് വേഗം ഒരു കഷ്ണം കടലാസിലെ നിന്ന നിപ്പിന് വെള്ളപ്പൊക്കത്തിന് ദുരിതം അങ്ങോട്ട് എഴുതി അവരൊരു കടലാസിന്റെ ഒറ തന്ന് അതിലിട്ട് കക്ഷത്ത് വെച്ച് തോർത്തുമുണ്ടിന്റെ കൂടെ അതും കൂടി കക്ഷത്ത് വെച്ചിട്ട് ഓടി വെയിലത്ത് ചെന്ന അദ്ദേഹം പ്രസംഗിക്കണതിന്റെ അടുത്ത് നമ്മൾ ആ പകുതി വെയിലത്ത് ഇങ്ങനെ അങ്ങനെ അന്താളിച്ച് നിൽക്കുമ്പോ അദ്ദേഹം പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ നമ്മുടെ അന്താളിപ്പും നിപ്പൊക്കെ കണ്ടപ്പം കഷ്ടം തോന്നിയിട്ട് അടുത്തേക്ക് വന്നിട്ട്, എന്താ തീരുമാനിച്ചു ഇവിടെ ചോദിച്ചു. ഒന്നും ഇല്ലേ, വെള്ളപ്പൊക്ക അങ്ങോട്ട് നെഞ്ചത്തടിച്ച് അങ്ങോട്ട് നിലവിളിച്ച് ഇതങ്ങോട്ട് കൊടുത്തു കയ്യിക്ക്. അദ്ദേഹം പറഞ്ഞ അവിടുന്ന് നിലവിളിക്കേണ്ട ഒക്കെ നമുക്ക് വേണ്ടത് ചെയ്യട്ടുവോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പാവതൊക്കെ വാങ്ങി കക്ഷത്ത് വെച്ച് അദ്ദേഹം തിരുവനന്തപുരത്തേക്കും പോയി, നമ്മൾ ഇല്ലത്തേക്കും പോന്നു. അങ്ങനെ ഇദ്ദേഹം ഈ കടലാസായിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് 3 മാസം കഴിഞ്ഞിട്ട് ഈ കടലാസ് കയ്യിലെടുത്തു. അപ്പോഴേക്ക് അതൊന്ന് പാകാവാണ്ട്, ഒരു പാത്രപാകം വേണമല്ലോ അതിന്. അങ്ങനെ പാകമായി കയ്യിലെടുത്ത് കടലാസ് കീറിയിട്ട് മറ്റേ ആഫീസർക്ക് കൊടുത്തു. ആഫീസർ അത് കൊണ്ടുപോയി തലേനയുടെ അടിയിൽ ഒരു 6 മാസം വെച്ചു, പാകം വരാണ്ട് മുളയ്ക്കണല്ലോ. അങ്ങനെ കുറെ കഴിഞ്ഞ് അദ്ദേഹം വായിച്ചു നോക്കിയപ്പോഴാണ് വെള്ളപ്പൊക്കത്തിന്റെ വർത്തമാനാ പറയുന്നത്. നോക്കിയപ്പോൾ മലപ്പുറം ജില്ലത്തെ വർത്തമാനാണ്. അതെങ്ങനെയാണ് തിരുവനന്തപുരത്ത് മനസ്സിലാവുക? അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം അവിടുന്ന് ആഫീസറെ നമ്മൾ മലപ്പുറം ജില്ലാ കളക്ടറെ വിളിച്ചിട്ട് ചോദിച്ചു, കളക്ടറെ എങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായോ ഇന്ന ദിവസം മലപ്പുറത്ത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് അറിയില്ല സാറേ, ഞാനന്ന് ഭാര്യ വീട്ടിലായിരുന്നു, എനിക്കൊരു വിവരവും ഇല്ല എന്നും പറഞ്ഞു. ഭാര്യ വീട്ടിൽ പോയ വല്ല വിവരവും ഉണ്ടാവുമോ? ഉള്ള വിവരം പോവില്ലേ? അത് എനിക്കൊരു വിവരവും ഇല്ല എന്നും പറഞ്ഞു. ഞാൻ അന്വേഷിച്ചിട്ട് വിവരം തരാമെന്നും പറഞ്ഞു കളക്ടർ. അങ്ങനെ കളക്ടർ എന്ത് ചെയ്തു, നമ്മുടെ തഹസിൽദാരില്ലേ, തഹസിൽദാർക്ക് കത്തെഴുതി. തഹസിൽദാരെ ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായോ ചോദിച്ചു. തഹസിൽദാർ പറഞ്ഞു, സാറേ എനിക്കങ്ങനെ ഉറപ്പ് പറയാൻ വയ്യ, ഞാൻ എൻ്റെ 2ാമത്തെ മകള് സാവിത്രി ബോംബെയിൽ പെറ്റ് കിടക്കുകയായിരുന്നു, ഞാൻ അവിടെ ഇറന്നു, ഒരു വിവരവും ഇല്ല, ഒന്ന് അന്വേഷിച്ചിട്ട് വിവരം തരാമെന്നും പറഞ്ഞു. അയാൾക്കും അറിയില്ല. അങ്ങനെ അദ്ദേഹം കളക്ടർ തന്ന കടലാസ് കയ്യിൽ വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ നേരെ നമ്മുടെ വില്ലേജ് ഓഫീസറല്ലേ രാമൻകുട്ടിയാര്, അദ്ദേഹത്തിന് വില്ലേജ് ഓഫീസർക്ക് കത്തയച്ചു. അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായി രാമൻകുട്ടിയാരെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്തൊക്കെയോ ഉണ്ടായി, ഞാനൊന്ന് വിശദമായിട്ട് നോക്കിയിട്ട് പറയാമെന്നും പറഞ്ഞു. അങ്ങനെ ഉണ്ടായി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം നമ്മുടെ വില്ലേജ് ഓഫീസർ രാമൻകുട്ടി നായരും കോൽക്കാരൻ കുട്ടേഷൻ നായരും കൂടി കൊടയും പിടിച്ചതാ ഒരു ദിവസം ഉച്ചയ്ക്ക് അങ്ങനെ വരുന്നു, ഇല്ലത്തെ പടിപ്പര കടന്നിട്ട് നമ്മൾ വേഗം കൂട്ടി കൊണ്ടുവന്ന തെക്കേ ഭാഗത്തെ ചായ്പിൽ അവിടെ ഇരുത്തിയിട്ട് നല്ലോണം പുഴുങ്ങിയ നേന്ത്രപ്പഴവും കൊടുത്തു, കാരോലപ്പും ത്രശ വലിപ്പുള്ള കാരോലപ്പും നല്ല കൊഴ എന്നുള്ള പാലൊഴിച്ച ചായയും കൊടുത്തു, നല്ലോണം അങ്ങോട്ട് കൊടുത്തു. പിന്നെയും തീറ്റിച്ചു. വെള്ളം പൊങ്ങണേ, നല്ലോണം അങ്ങോട്ട് തീറ്റിച്ചു. അദ്ദേഹം വേണ്ട അങ്ങനെയല്ല, കഴിക്കോ ഇവിടുന്ന് കഴിക്കോ പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിച്ചു. അങ്ങനെ അദ്ദേഹമൊക്കെ കഴിച്ചു. നല്ലോണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ചു, തിരുമനസ്സേ ഈ വെള്ളപ്പൊക്കത്തിന്റെ വല്ല അടയാളം ഉണ്ടോ ചോദിച്ചു. ഉവ്വേ, അടയാളേ ഉള്ളൂ ഇവിടെ എന്നും പറഞ്ഞു. അങ്ങനെ നമ്മൾ കൊണ്ടുപോയിട്ട് ആ തെക്കിനിയുടെ ആ ഭാഗത്തെ തെക്കിനിയുടെ മാളികയുടെ ചുമരിടൽ, തെക്കേ ചുമര്, അതിന്റെ മുകളില് ആ വെള്ളം പൊന്തിയതിന്റെ അടയാളം അങ്ങനെ നിൽക്കണ്ടേ, നമ്മൾ കാണിച്ചു കൊടുത്തത് അവിടെ വരെ പൊന്തി വെള്ളം എന്നും പറഞ്ഞു. അങ്ങനെ നമ്മൾ അടയാളം കാണിച്ചു കൊടുത്തേ. പക്ഷെ എന്താണ്ടായെന്ന് അറിയോ, നമ്മുടെ വില്ലേജ് ഓഫീസറാ വന്നപ്പം അതിനേക്കാൾ ഒരു 1.5 മീറ്റർ ഉയരത്തിൽ പൊന്തി വെള്ളം. ആ ജാതി കാരോലപ്പാണേ കൊടുത്തത്, നല്ലോണം പൊങ്ങി വെള്ളം. അദ്ദേഹത്തെ കടലാസിൽ എഴുതി, വില്ലേജ് ഓഫീസറെ രാമൻകുട്ടിയാരെ എഴുതി, വെള്ളം പൊങ്ങിയോന്നോ ജാതിര് പൊങ്ങൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ മഹാകേമായിട്ട് അതിൽ എഴുതി അടിയിൽ ഒപ്പിട്ട് രാമൻകുട്ടിയാരെ വില്ലേജ് ഓഫീസർ ഒപ്പിട്ട് മറ്റേ വട്ടത്തിലെ സീലും കുത്തി തഹസിൽദാർക്ക് കൊടുത്തു. തഹസിൽദാർ ആ കടലാസ് വാങ്ങി അതിന്റെ മുകളിൽ ഒരു 2 കൊല്ലം ഉറങ്ങി. അപ്പൊ ഒരു പാകം വരും കടലാസിന്, മിനുസൊക്കെ വരും, കടലാസ് മിനുസോ മെഴുക്കൊക്കെ പെരലുമ്പോ. അങ്ങനെ ആ കടലാസ് അദ്ദേഹം നോക്കി വായിച്ചിട്ട് പൊങ്ങിയോന്നോ, അസലായിട്ട് പൊങ്ങി, ഗംഭീരായിട്ട് പൊങ്ങി എഴുതി ഒപ്പിട്ടിട്ട് തഹസിൽദാർ കളക്ടർക്ക് അയച്ചു. കളക്ടർ എന്ത് ചെയ്തു, മഹാകേമായിട്ട് പൊങ്ങി എന്നതിന്റെ അടിയിൽ എഴുതി ഒപ്പിട്ടിട്ട്
തിരുവനന്തപുരത്തേക്ക് അയച്ചു. അങ്ങനെ ഈ കടലാസ് തിരുവനന്തപുരത്ത് പോയി ബാല്യം, കൗമാരം, യൗവനം കഴിഞ്ഞ് വാർദ്ധക്യം കഴിഞ്ഞ് മരണശയ്യയിലേക്ക് പ്രവേശിക്കുമ്പം അവരത് പൊടി തട്ടിയെടുത്ത് എന്ത് ചെയ്തു നോക്കിയപ്പോഴാണ് മനസ്സിലായത് പൊന്തിയ വർത്തമാനം. അങ്ങനെ പറയുകച്ചാൽ നേരെ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായി അതിന്റെ 18ാമത്തെ കൊല്ലത്തെ വെള്ളപ്പൊക്കവും കഴിഞ്ഞ് 19ാമത്തെ കൊല്ലത്തെ വരൾച്ചയ്ക്ക് വെള്ളം കിട്ടാതെ തെക്കേ പറമ്പിലൊക്കെ കിട്ടുന്ന ചെപ്പോടത്തിൽ വെള്ളം കോരി തോളത്തേറ്റിയിട്ട് നമ്മൾ മുണ്ടും തന്നെ ഇങ്ങനെ അരിച്ചരിച്ചിറങ്ങി വരുമ്പം പോസ്റ്റ് ഓഫീസില് പോസ്റ്റ്മാൻ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയല്ലത്തെ മുറ്റത്ത് നിൽക്കണേ. ചോദിച്ചു എന്താ ഇവിടെ ചോദിച്ചു. തിരുമനസ്സൊന്നും ഇങ്ങോട്ട് വരണം, വിരലൊന്നും ഇവിടെ അമർത്തണം എന്ന് പറഞ്ഞു. നമ്മൾ നല്ലോണം അമർത്തിയിട്ട് അത് പിടിച്ചത് ചെപ്പോടം. അവിടെയല്ല ഇവിടെ ഒന്ന് അമർത്തണം. അങ്ങനെ അതിലൊന്ന് അമർത്തി. പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതെ ദുരിതാശ്വാസ നിധിന്ന് വേണ്ടത് വന്നിട്ടുണ്ടാവണം. എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് കിട്ടി? ആ 19ാമത്തെ കൊല്ലത്തെ വരൾച്ച കൊണ്ടാടുമ്പോൾ നമുക്ക് 150 ഉറുപ്യ ദുരിതാശ്വാസ ഫണ്ട് എന്ന് കിട്ടി. സമാധാനായി. പ്രായം കൂടിയിച്ചാലും കിട്ടിയില്ലോ സാധനം. 18 കൊല്ലമൊന്നും വലിയ കാര്യമല്ല. നടക്കാനൊക്കെ വയ്യേണ്ടിയായി. എന്നാലും അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾക്ക് ഈ 150 ഉറുപ്യ ദുരിതാശ്വാസം അന്ന് നമ്മൾ അപേക്ഷ കൊടുത്ത കാലത്ത് ആ മുഖ്യമന്ത്രിക്ക് തന്നു വെച്ചാൽ അന്ന് ഒരു 5 കിലോ അരി വാങ്ങാനുള്ള വകുപ്പ് അതുകൊണ്ട് തരാവുകയായിരുന്നു അന്ന്. ഇന്നിപ്പോ അതുകൊണ്ട് ശരിയല്ലേ? അപ്പൊ പറഞ്ഞ അദ്ദേഹത്തിന് 150, 200, 500 ഒക്കെ തരാൻ മോഹം ഉണ്ടാവും. പക്ഷെ അദ്ദേഹം അത് നമുക്ക് തരണമെങ്കിൽ ആരുടെ കടലാസ് വേണം? വില്ലേജ് ഓഫീസർ രാമൻകുട്ടിയാരുടെ കടലാസ് ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു സാധനം തരാൻ പറ്റില്ല. അപ്പൊ മുഖ്യമന്ത്രിയാണോ വലിയ ആള്? വില്ലേജ് ഓഫീസറോ വലിയ ആള്? അത് തീരുമാനാക്കിയിട്ട് മതി അടുത്തത്. അതാരാ വലിയ ആള്? അങ്ങനെ വലിപ്പമൊക്കെ ചോദിച്ചാൽ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും വില്ലേജ് ഓഫീസറുടെ കടലാസ് ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടില്ല. ശരിയോ തെറ്റോ? ഇതാണ് കഥ. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം പോലും ഫലിക്കണമെങ്കിൽ ഗുരുനാഥന്റെ പ്രസാദം ഉണ്ടാവണം എന്ന് പറഞ്ഞത് ബോധ്യായില്ലേ? ഗുരുപ്രസാദം അല്ലെങ്കിൽ ഒന്നും ഫലിക്കില്ലേ. അങ്ങനെ ഗുരുപ്രസാദം. അപ്പൊ അതുകൊണ്ട് ദേവേന്ദ്രൻ ഒരു ഗുരുവിനെ ഉണ്ടാക്കിക്കോളൂ പോയിട്ട്. ദേവേന്ദ്രൻ ചോദിച്ചു ഗുരുവിനെ എങ്ങനെ ഉണ്ടാക്കുക? ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗുരുവിനെ ഉണ്ടാക്കാൻ പറ്റൂ? ആര്യ ഗുരു വെക്കുക? ദേവേന്ദ്ര തന്റെ കൂട്ടത്തിലില്ലേ ആ ഉണ്ണേ പഠിപ്പൊക്കെ കഴിഞ്ഞ് വന്നിരിക്കണോ? ആ ഉണ്ണിയെ ഗുരു ആക്കരുതേ ചോദിച്ചു. ഏതുണ്ണേ? ആ തൊഷ്ടാവിന്റെ മകൻ ഇല്ലേ വിശ്വരൂപൻ. അതേതാ തൊഷ്ടാവിന്റെ മകൻ വിശ്വരൂപൻ? തന്റെ അനിയൻ തൊഷ്ടാവിന്റെ മകൻ വിശ്വരൂപനെ തനിക്ക് ശല്യം. എത്ര പറഞ്ഞിട്ട് വിശ്വരൂപനെ കുറിച്ച് ആർക്ക് ബോധ്യം വരുന്നില്ല? നമ്മുടെ ദേവേന്ദ്രനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തൊഷ്ടാവ് വെളിയിച്ചത് ആരെയാ? അസുരന്മാരുടെ അനിയത്തിക്കുട്ടി രചന എന്ന് പറഞ്ഞ പെൺകുട്ടിയെ വിവാഹം ചെയ്തതേ. അതെന്താ ചുണ്ടോ? അത് ജാതി മാറിയ കല്യാണമായിരുന്നു. അതുകൊണ്ട് അത് അങ്ങനെയുണ്ട്. അതായത് ഈ അസുരന്മാരെ ദേവന്മാരെ അങ്ങനെ പതിവില്ലല്ലോ. ദേവന്മാരെ അസുരന്മാരെ ഇവിടെ എന്തുണ്ടായി വെച്ചാൽ അതന്ന് നമ്മുടെ ഈ തൊഷ്ടാവ് അന്ന് MA ഫസ്റ്റ് ഇയർ, രചന BA ഫസ്റ്റ് സെമിസ്റ്റർ. അന്ന് ഒരു ദിവസം കോണി കയറുമ്പോൾ താഴേക്ക് കോണി ഇറങ്ങി വരുമ്പോൾ രണ്ടാളും കൂടി ഒന്ന് കൂടി കണ്ടത്, ഒന്ന് ചിരിച്ചു. അവിടുന്ന് തുടങ്ങിയതാണ് ദുരിതം. അങ്ങനെ പിന്നെ ചിരിച്ച് വരാന്തയിൽ മതിയാവാണ്ടേ, മുറ്റത്തെ മാവിന്റെ ചോട്ടിലായി, പിന്നെ അവിടുന്ന് മതിയാവാണ്ടേ, പുഴയുടെ കരയിലായി, പിന്നെ മതിയാവാണ്ടേ, കടലിന്റെ കരയിലായി, പിന്നെ വലിയ വലിയ സ്ഥലത്ത് പോകാൻ തുടങ്ങി. അങ്ങനെ പ്രേമം അങ്ങോട്ട് വല്ലാണ്ട് വർദ്ധിച്ചു. ഒരു ദിവസം നമ്മുടെ ഈ തൊഷ്ടാവ് പോയിട്ട് കുടുംബത്തെ ചെന്നിട്ട് പറഞ്ഞു, വലിയേട്ടന്മാരെ എനിക്കൊന്ന് വെള്ളി കഴിച്ചാൽ തരക്കേടില്ല പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഞങ്ങളൊക്കെ അവിടെ വെള്ളി കഴിക്കാണ്ടിരിക്കുമ്പോൾ എനിക്കിപ്പോൾ എന്താ അത്ര നിർധൃതി ചോദിച്ചു. ആരെങ്കിലും കണ്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ടേ, കുട്ടിയുണ്ട്, രചനയാണെന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെ കുട്ടി എന്താ ഇല്ലപ്പേരെ ചോദിച്ചു. ഇല്ലപ്പേര് പറഞ്ഞപ്പോഴാ മനസ്സിലായത് അസുരത്തിയാണെന്ന്. ഇതിങ്ങോട്ട് കേട്ടപ്പോ അസുരത്തി അത്രേ കണ്ടതേ. ദേവേന്ദ്രാദി ദേവന്മാരെ ഇങ്ങോട്ട് എണീട്ട് തൊഷ്ടാവിന്റെ ചെകിട്ടത്തൊന്നും അങ്ങോട്ട് ഏട്ടേ അസുരത്തിയെ കണ്ടുള്ളൂ താൻ കൊണ്ടുവരാൻ. അസുരത്തിയായിട്ട് പഠിപ്പര കടന്നാൽ മുട്ടല് തല്ലി ഒടിക്കുന്നു പറഞ്ഞു. അങ്ങനെ അടി കിട്ടി ആരെണീറ്റ് പോയി തൊഷ്ടാവ്. അന്ന് തന്നെ രജനിയും വന്ന ഏട്ടന്മാരോട് പറഞ്ഞു, എനിക്കൊന്നും വേളി കഴിച്ചാൽ തരക്കേടില്ല പറഞ്ഞു. അപ്പൊ ഏട്ടന്മാര് ചോദിച്ചു, ഡിഗ്രി കഴിഞ്ഞിട്ട് പോരെ വെളി ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു, വെളി കഴിഞ്ഞാലും ഡിഗ്രി ആവാലോ. നല്ല വിവരമുള്ള കുട്ടി ആരെങ്കിലും കണക്കാക്കിയിട്ടുണ്ടോ ചോദിച്ചു. അനിയത്തിയോട് ഉവ്വുണ്ട് എന്നും പറഞ്ഞു. അതാരാ ചോദിച്ചു. അത് നമ്മുടെ തൊഷ്ടാവേട്ടനാണെന്നും പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അപ്പൊട്ടനെ ഏതാ ചോദിച്ചു. അത് നമ്മുടെ ദേവേന്ദ്രേട്ടന്റെ അനിയനാണ് പറഞ്ഞു. അപ്പോഴത് ദേവനാണെന്ന് ജാതി കൊണ്ട് മനസ്സിലായി. ദേവനിയെ കണ്ടുള്ളൂ വെള്ളി കഴിക്കാൻ നെയ്യേ തന്നെ ഞാൻ ചെക്കിട്ടത്തൊന്നും അങ്ങോട്ട് കൊടുത്ത ആ ദേവനായിട്ട് പഠിപ്പര കടന്നാൽ മുട്ടുകാല് തല്ലിയൊടിക്കുന്നു പറഞ്ഞു. ഈ പ്രേമിച്ചാൽ കേട് പറ്റുന്ന ഒരു അവയവം മുട്ടുകാലാട്ടു. അതേത് നാട്ടില് വേറെ അവയവങ്ങൾക്കൊന്നും വലിയ കേടുണ്ടാവില്ല. മുട്ടുകാലിന് പരിക്കൊന്നും ഇല്ലെങ്കിൽ പിന്നെ പേടിക്കണ്ട. അങ്ങനെ ഇപ്പൊ ഇവിടെ ഉണ്ടായത്. പിറ്റേന്ന് രണ്ടാളും കോളേജിൽ വന്നപ്പോ രണ്ടാൾക്കും ഇവിടെ ഓരോ കാരമല്ല. അപ്പൊ
തൃശുണ്ട്. രണ്ടാൾക്ക് ഏട്ടന്മാര് കൊടുത്തതാണേ. ചോദിച്ചു, രചന ചോദിച്ചു, തൊഷ്ടാവ് രചനയും കൂടി കണ്ടപ്പോ ചോദിച്ചു, എന്താ രചനയെന്ന് എന്റെ ഇവിടെ ചോദിച്ചു. അത് ഇവിടുത്തെ ഇവിടെ ഉള്ളത് തന്നെയാണ് എന്റെ ഇവിടെ എന്നും പറഞ്ഞു. എന്ത് രണ്ടാൾക്കും കുടുംബസ്വത്തായിട്ട് കിട്ടിയതാണല്ലോ അത്. അപ്പൊ സാധാരണ ഈ പ്രേമത്തിനൊരു പ്രത്യേകതയുണ്ട്. പ്രേമത്തിന്റെ ഈ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ കുപ്പിയുടെ അടപ്പ് പോലെയാ. കുപ്പിയുടെ അടപ്പ് ഒരു ദിക്കിക്ക് തിരിച്ചാൽ മുറുകും, മറ്റേ ദിക്കിക്ക് തിരിച്ചാൽ ഊരും. കുപ്പിയുടെ അടപ്പ് ഒരു ദിക്കിക്ക് തിരിച്ചാൽ എന്താ ഉണ്ടാവുന്നത്? മുറുകും. മറ്റേ ജാതി തിരിച്ചാലോ അത് ഊരി ഇങ്ങോട്ട് പോരില്ലേ. ഈ പ്രേമം അങ്ങനെയാ. ചിലപ്പോ തടസ്സം ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ ഇത് മുറുകും, ഇല്ലെങ്കിൽ പിന്നെ ഊരി അങ്ങോട്ട് പോകും. ഇത് മുറുകുക ഉണ്ടായത്, മുറുകി, നല്ലോണം മുറുകി. തൊഷ്ടാവ് രചനയോട് പറഞ്ഞു, രചനെ നമുക്ക് വേളി കഴിച്ചിട്ട് എന്റെ കാര്യം എന്നും പറഞ്ഞു. രചന പറഞ്ഞു അങ്ങനെ തന്നെയെന്നും പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യൂ, നാളെ രാവിലെ വരുമ്പോഴേ നിന്റെ പുസ്തകവും ആധാർ കാർഡും പിന്നെ അച്ഛൻ ഉണ്ടാക്കി വെച്ച 108 പവന്റെ പണ്ടും ഉറുപ്പേന്റെ ചാതു പണേ ഒക്കെ കൂടി സഞ്ചിയിലിട്ട് വന്നോളൂ. ഞാൻ ഓട്ടോറിക്ഷയിട്ട് അവിടെ നിൽക്കാം, ഗേറ്റിന്റെ അടുത്ത് നിൽക്കാം, നീ വന്നോളൂ പറഞ്ഞു രചനയോട്. രചന പറഞ്ഞു, ഞാൻ അതൊക്കെ കെട്ടുമാറാപ്പാക്കി ഇന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നതാണെന്ന് പറഞ്ഞു. ഇവളൊരു പടി മുമ്പിലാണേ. എന്നാ വരും നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ. രണ്ടാളും കൂടി രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം കഴിച്ച് ഒപ്പിട്ട് വടക്കേലെ നാരായണനെ കൊണ്ട് ഒരു സാക്ഷി ഒപ്പിട്ട് അദ്ദേഹത്തിന് ഉണ്ണിയപ്പം ചായ വാങ്ങി കൊടുത്തു. അദ്ദേഹം പോവാൻ നിൽക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞപ്പോഴാ ചിന്തിച്ചത്, നീ എവിടേക്ക് പോവും? കല്യാണം കഴിക്കണതിന്റെ മുമ്പത്തെ രസമൊന്നും കഴിച്ചാണ്ടാവില്ല. കഴിക്കണതിന്റെ മുമ്പ് വൈകുന്നേരം വരെ പ്രേമിച്ചാൽ മതി, പിന്നെ അവനവന്റെ കുടുംബത്തെ ആയിക്കോളും ഒക്കെ. പിന്നെ ബാധ്യതയില്ല രണ്ടിനും. എന്ത് മനസ്സിലാവുന്നില്ലല്ലേ? പ്രേമിക്കുന്നവർക്ക് വലിയ ബാധ്യതയില്ല. വൈകുന്നേരം ആകുമ്പോൾ അവനവന്റെ കുടുംബത്തെ അരി വെച്ച് വാർത്തിട്ടുണ്ടാവും. എന്തേ വേണ്ടു? നല്ലോണം ചോറുണ്ട്, ചുമരമ ചാരി തോണ്ട് വേണ്ടു, വേറെ ഒരു പണിയില്ല. പക്ഷെ കഴിഞ്ഞാൽ അത്ര പോരാ, തോണ്ടാൻ നേരം കിട്ടില്ല. എന്താ കാരണം? അരി വെക്കണം, വറക്കണം, അടിക്കണം, തുടയ്ക്കണം, വെക്കണം, വിളമ്പണം, എടുക്കണം, കൊടുക്കണം. എളുപ്പമല്ല. അപ്പൊ എവിടേക്ക് പോവും? കിടക്കേണ്ട ഒരു ഇതില് കയറി കിടക്കാൻ സ്റ്റാൻഡ് പറ്റുമോ? പറ്റില്ല. എന്ത് ചെയ്യും? അപ്പൊ രാമനാരോട് ചോദിച്ചു, എന്ത് ചെയ്യും ചോദിച്ചു. അപ്പൊ അദ്ദേഹം പാവത് കണ്ട് സങ്കടം തോന്നിയിട്ട് അദ്ദേഹം തെക്കേല പൊട്ടനാരുടെ താഴെയുള്ള ചായ്പ് ഉണ്ടല്ലോ, ചായക്കടയുടെ ചായ്പ്, നാളികേരട്ട മുറി അടിച്ച് തുടച്ച് വെടുപ്പാക്കി 50 റുപ്യ വാടകയ്ക്ക് ആ മുറി ഏർപ്പാടാക്കി കൊടുത്തു. അങ്ങനെ നമ്മുടെ തൊഷ്ടാവും ഭാര്യ രചനയും സ്വർഗത്തേക്കും പോയില്ല. മുട്ടുകാലിന്റെ കാര്യം അങ്ങനെയാണല്ലോ. ഇവിടേക്കും പോയില്ല, എവിടേക്ക്? അസുരലോകത്തേക്കും പോവാണ്ട് രണ്ടാളും കൂടി ഭൂമിയിൽ വന്ന് താമസിച്ചു. അങ്ങനെ ഭൂമിയിൽ ഇവര് രണ്ടാളും കൂടി വന്ന് താമസിക്കുന്ന കാലത്ത് ഈ തൊഷ്ടാവിന് ഈ രചനയില് 2 പുത്രന്മാരുണ്ടായി. അതാണ് വിശ്വരൂപനും സന്നിവേശനും. അങ്ങനെ ഇവര് ഭൂമിയിൽ താമസമായി ഇങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഈ വിശ്വരൂപനായിക്കോട്ടെ നമ്മുടെ സന്നിവേശനായിക്കോട്ടെ കുട്ടികളെ കുറിച്ചൊന്നും ദേവേന്ദ്രന് വശല്ലേ. കാരണം എന്താ ചോദിച്ചാൽ, നമ്മുടെ ഈ തൊഷ്ടാവ് ജാതി മാറി വേളി കഴിച്ചതിന്റെ ശേഷം അങ്ങോട്ട് ദേവലോകത്തിൽ കൂടെ വേളിക്ക്, ചാത്തത്തിന്, പിണ്ടത്തിന്, പിറന്നാളിന് ഒന്നിനും വരില്ല. കൂടിയിരുന്ന് ഉണ്ണ മിണ്ട അങ്ങനെയൊക്കെയല്ലേ നമ്മളെ കണ്ടും മിണ്ടിയും കൂടിയും കണ്ടും ഒക്കെ ഒരു പരിചയം ഉണ്ടാവുക കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട്. അതിനൊന്നും വരില്ലേ. എപ്പോഴെങ്കിലും ബസ്സിന്ന് കാണുമ്പം ദേവേന്ദ്രൻ ചോദിക്കും, തൊഷ്ടാവേ നിന്റെ ബസ്സിന്റെ കൂലി ഞാൻ കൊടുക്കണം. വേണ്ട ഏട്ടാ, ഞാൻ കൊടുത്തോളാം, ചില്ലറയുണ്ട്, 10 റുപ്യ ഉണ്ട്. ശരി. അമ്മയ്ക്കൊക്കെ സുഖല്ലേ? ഉവ്വ്. എന്റെ രണ്ടാമത്തോ ഇപ്പൊ എത്രാം ക്ലാസ്സിലാ? അത് 8ാം ക്ലാസ്സിലാ. എന്നായിക്കോട്ടെ, ഞാൻ ഇവിടെ ഇറങ്ങി. ആയിക്കോട്ടെ. ഈ ജാതി കൂട്ടിമുട്ടാത്ത വർത്തമാനം എവിടുന്നെങ്കിലും ഇടൊഴിന്ന് കാണുമ്പോൾ പറയുകയെന്നല്ലാതെ ഒരു കൂടിച്ചേർച്ച ഒരു കാലത്ത് ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മുടെ ദേവേന്ദ്രൻ എന്താ അറിയില്ല, തൊഷ്ടാവിന്റെ മക്കളെ കുറിച്ചൊരു വിവരം ഇല്ല. ഇത്രയും മനസ്സിലായില്ലേ? അതാണ്. അപ്പൊ ഈ തൊഷ്ടാവിന്റെ മക്കളെ കുറിച്ച് ഇങ്ങനെ വിശ്വരൂപൻ കേമൻ ഉണ്ടാന്ന് കേട്ട പിന്നെ ബോധ്യായത്. ദേവേന്ദ്രൻ വേഗം മുണ്ടും തോളത്തിട്ട് അവിടേക്ക് പുറപ്പെട്ടു. വിശ്വരൂപന്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ഗുരു ആവണേ, ഗുരു ആവണേ എന്നൊക്കെ പറഞ്ഞു. വിശ്വരൂപൻ പറഞ്ഞു, എനിക്ക് അതിലൊന്നും മോഹമില്ല, ഗുരു ആവാനൊന്നും താല്പര്യമില്ല എന്നൊക്കെ കുറെ പറഞ്ഞു. ദേവേന്ദ്രൻ സമ്മതിക്കണ്ടേ, ഇതിങ്ങനെ വിട്ടൊഴിഞ്ഞു പോവില്ല എന്നായി കണ്ടകശനി. അതെല്ലാവർക്കും അറിയാലോ അല്ലേ? അതന്നെ, ഇത് കൊണ്ടേ പോവുള്ളൂ എന്നൊരു ദുരിതം പോലെയായി. അപ്പം ഇനി നിവൃത്തിയില്ലാണ്ട് ഇഷ്ടമില്ലാണ്ട് ആര് സമ്മതിച്ചു? ശരി, എന്നാ അങ്ങനെ ആവട്ടെ. അങ്ങനെയാണ് നമ്മുടെ വിശ്വരൂപൻ ആരുടെ ഗുരു ആയത്? ദേവേന്ദ്രന്റെ ഗുരു ആയത്. അങ്ങനെ വിശ്വരൂപൻ ദേവേന്ദ്രന്റെ ഗുരു ആയ സമയത്ത് അസുരന്മാരെ കൊണ്ടുള്ള ദുരിതം തീർക്കാനായിട്ട് വിശ്വരൂപൻ എന്ത് ചെയ്തു? ദേവേന്ദ്രാദി ദേവന്മാർക്ക് ഒരു വിദ്യ പറഞ്ഞു കൊടുത്തു, അസുരന്മാരെ ഇല്ലാതെ കണ്ടാക്കാൻ. ആ വിദ്യയുടെ പേരാണ് നാരായണ കവചം എന്ന് പറയും. എന്താ പേര്? നാരായണ കവചം. ഒരു മന്ത്രമായിട്ടാ പറയുക, ഒരു വിദ്യ. എന്ത് ഈ നാരായണ കവചം എന്ന് പറഞ്ഞാൽ? ഈ കവചം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും എന്താ. പണ്ടൊക്കെ യുദ്ധത്തിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ പറയുമ്പോൾ ആ കൂട്ടത്തിൽ പെട്ടതാണ് എന്താ ഈ കവചം. കേട്ടിട്ടുണ്ടോ? അതല്ലേ മഹാഭാരതത്തിലൊക്കെ പറയും, വിക്ഷിപ്ത വാമര തോമര ശരകുന്ത കവച കബന്ധാദി ഭിണ്ടിപാല ശൂല മുസല മുദ്ഗര വരാഹ കർണ കണവ കർപ്പണ ശങ്കുത്രാസി ഗത. ചുക്കളുണ്ടെങ്കിൽ കുടിക്കുക അല്ലേ? ഇത് കഴിഞ്ഞാല് ആയുധങ്ങളുടെ ലിസ്റ്റാണത്. ശ്വാസം വിടാൻ പാടിയ ഒരൊറ്റ വാക്കാത്. എങ്ങനെ? വിക്ഷിപ്ത വാമര തോമര ശരകുന്ത കവച കബന്ധാദി ഭിണ്ടി പാല ശൂല മുസല മുദ്ഗര വരാഹ കർണ കണവ കർപ്പണ ശങ്കുത്രാസി ഗത. പഴയ കാലത്തെ ഷോർട്ട് ലിസ്റ്റ്. ഇതിന്റെ ചുരുക്കത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ ഇത്രയും വേണം. എന്തത്? വാമരം തോമരം ശരം കുന്തം കവചം കബന്ധം ഭിണ്ടിപാലം ശൂലം മുസലം മുദ്ഗരം വരാഹകർണം കണവം കർപ്പണം ശങ്കുത്രാസി ഗത. വിരലൊക്കെ വൃത്തിയിൽ മടക്കി എണ്ണൊക്കെ പോയി.
10-20 ജില്ലാന ആയുധങ്ങളുണ്ടതേ. അതിൽ പെട്ടതാണ് എന്ത്? ഇതൊക്കെ പഴയ കാലത്തെ ആയുധങ്ങളുടെ പേരാട്ടോ. നമുക്കൊന്നും കേട്ടാൽ മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാവില്ല എന്ന് നിരീക്ഷിച്ചിട്ട് അതൊന്നും ഇല്ല എന്ന് വിചാരിക്കാം. അന്ന് ഉണ്ടായിരുന്ന സാധനമാണ്. അതിൽ പറയും വിക്ഷിപ്ത വാമര തോമര ശര കുന്ത കവച. കവചം എന്ന് പറയും. കവചം എന്ന് പറഞ്ഞ ആയുധമല്ല. അതെന്താന്ന് വെച്ചിട്ടുണ്ടോ? ആയുധം ഏൽക്കാണ്ടിരിക്കാനുള്ള ആവരണത്തിന്റെ പേരാണ് എന്ത്? കവചം. ഇപ്പൊ നമ്മളിന്ന് ബുള്ളറ്റ് പ്രൂഫ് എന്ന് കേട്ടിട്ടില്ലേ? എന്നുവെച്ചാ വെടി വെച്ചാൽ കൊള്ളാണ്ടിരിക്കും. വലിയ വലിയ ആൾക്കാരൊക്കെ ആ കുപ്പായിട്ടിട്ടാണ് നടക്കുക. വലിയ വലിയ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഈ കുപ്പായിടും. നമ്മളാ ജാതി കുപ്പായം എന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മളൊക്കെ ആര് വെടി വെക്കാനാണ്? ആരെപ്പോ ഒരു വെടി ഉണ്ട വെറുതെ കളയുക? അതും വിലയുള്ളതാവില്ലേ? നമുക്കതുകൊണ്ട് അതൊന്നും പേടിക്കാൻ. നമുക്ക് കുപ്പായം തന്നെ വേണമെന്നില്ല, എവിടെയും പോകും. ആര് ചോദിക്കാനാണ് അല്ലേ? കൂടിയ ആൾക്കാർ പറയും പ്രാന്തനാണെന്ന്. നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മളെത്തണ്ടേക്കിലെത്തും. ശരിയല്ലേ ഇത് എന്ന് പറഞ്ഞ മാതിരി വലിയ വലിയ ആൾക്കാരൊക്കെ രാവിലെ ഇതൊക്കെ ഇട്ടിട്ടാ നടക്കാരെങ്കിൽ വെടി വെച്ചാലോ എന്നൊക്കെ പേടിച്ചിട്ടേ. അപ്പൊ അത് പക്ഷെ എങ്ങനെയല്ല, ഈ ബുള്ളറ്റ് പ്രൂഫ് പോലെയല്ല കേട്ടോ നാരായണ കവചം. പണ്ട് മറ്റേയാൾ എന്താ ചെയ്തിച്ചു? ബുള്ളറ്റ് പ്രൂഫ് കുപ്പായം രാവിലെ കുളിയും ദേവാരൊക്കെ കഴിഞ്ഞപ്പോഴേ രാവിലെ ഒരു 6 മണിക്ക് കുപ്പായം അങ്ങോട്ട് എടുത്തിട്ടു. ഏത് കുപ്പായം? ബുള്ളറ്റ് പ്രൂഫിന്റെ കുപ്പായേ. അത് ഇട്ടു. അങ്ങനെ വൈകുന്നേരം വരെ കുപ്പായിട്ടിട്ടല്ലേ ഇരിക്കണത്. മീനമാസത്തിലെ ചൂടും കുപ്പായത്തിന്റെ അന്തല്യായി ഒക്കെ കൂടിയായപ്പോ ഒരു പുഴുങ്ങല്. ഉള്ളിലൊരു ചുട്ട് പുഴുങ്ങല ഉണ്ടാവില്ലേ? വേവിച്ച മാതിരി, ആവിയിൽ വേവിക്കണ മാതിരി ഉണ്ടാവുമല്ലോ. കുപ്പായത്തിന്റെ കഥയില്ലേ ആയതുകൊണ്ട് 6 മണി വരെ സഹിച്ചു. 6 മണി വരെ ഇപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ബുള്ളറ്റ് പ്രൂഫ് കുപ്പായം കുളിമുറിയുടെ പുറത്ത് ആ കമ്പീമിൽ തൂക്കിയിട്ടിട്ട് അദ്ദേഹം കുളിക്കാനായിട്ട് കുളിമുറിക്ക് അങ്ങോട്ട് കയറി. കുളിമുറിക്ക് തലയിലേക്ക് അങ്ങോട്ട് വെള്ളം ഒഴിച്ചപ്പോഴാണ് മറ്റോ വെട്ടി അങ്ങോട്ട് വെച്ചത്. കുപ്പായത്തിനൊരു കേടുമില്ല. മറ്റേയാള് തെക്കേ മുറ്റത്ത്. എന്താർത്ഥം? കുപ്പായം ഇട്ടിരിക്കുമ്പം വെടിവെച്ചാൽ ഇട്ടോന് ഗുണാണ്. കുപ്പായം ഊരിയിരിക്കുമ്പോൾ വെടിവെച്ചാൽ കുപ്പായത്തിന് ഗുണാണ്. അത് ഓട്ടയാവാണ്ട കഴിയും. ശരിയോ തെറ്റോ? ഇതാണ് കഥ. അതപ്പോ ഇട്ടിരിക്കുമ്പോഴേ ഗുണമുള്ളൂ, ഊരിയൽ ഗുണമില്ല. ഇട്ടിരിക്കല് ബുദ്ധിമുട്ടും ആണ്. എപ്പോഴും ഇട്ടിരിക്കല് ശരിയല്ലേ? അപ്പൊ അത് ബുദ്ധിമുട്ടുള്ള ഇതല്ല നാരായണ കവചം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചോ? ആരാണോ നാരായണ സ്വാമി ഭഗവാനെ നല്ലോണം ജപിച്ചും ഭജിച്ചും ധ്യാനിച്ചും നമസ്കരിച്ചും ഹൃദയത്തിൽ അങ്ങോട്ട് ഉറപ്പിക്കണത്, അങ്ങനെ നിരന്തരം 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 ഉപാസിച്ച് പുറപ്പെടണേ ആ വിദ്വാൻമാരായ മഹാത്മാക്കളുടെ ഹൃദയത്തില് നാരായണസ്വാമി ഭഗവാന്റെ മഹിമ നിറഞ്ഞ് കവിഞ്ഞ് നല്ലോണം ഇങ്ങോട്ട് നിറഞ്ഞ് കവിഞ്ഞ് എന്താവും? പുറത്തേക്ക് ഇങ്ങോട്ട് കവിയും. ഇപ്പൊ നമ്മളൊരു ചെപ്പോടത്തിൽ വെള്ളം അങ്ങോട്ട് നിറയെ കോരിയിട്ടേ, നിറയെ ഇങ്ങോട്ട് വെള്ളം കോരി ചെപ്പോടം അങ്ങോട്ട് നിറഞ്ഞു. ഈ നിറഞ്ഞ ചെപ്പോടത്തിൽ വീണ്ടും വെള്ളം കോരി ഒഴിച്ചാൽ എന്തുണ്ടാവും? 4 പാട ഇങ്ങനെ കവിഞ്ഞൊഴുകില്ലേ? ഈ കവിഞ്ഞൊഴുകണേ ആ വെള്ളം ആ ചെപ്പോടത്തിന്റെ ചുറ്റും ഒരു ആവരണം പോലെ ഇങ്ങനെ ആവരണം പോലെ പോയി. ഇതുപോലെ അകത്തിരിക്കണ നാരായണസ്വാമി മഹിമ പുറത്തേക്ക് ഇങ്ങോട്ട് കവിഞ്ഞൊഴുകി ആ വ്യക്തിക്ക് അതൊരു കവചമായിട്ടിരിക്കും. അത്തരക്കാരുടെ നേരെ ഈ നാരായണ മഹിമ ഇങ്ങനെ കവിഞ്ഞൊഴുകി ആ നാരായണ മഹിമയിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന കൂട്ടരുടെ നേരെ മന്ത്രം, തന്ത്രം, യന്ത്രം, അസ്ത്രം, ശസ്ത്രം, ഇനി വേറെ വല്ലത്രണ്ട് ചതു, ഇതൊന്നും അങ്ങട് ചെന്നാ അങ്ങട് ചെല്ലില്ല, അവിടെ കൊള്ളില്ല എന്ന് മനസ്സിലായില്ലേ? അങ്ങടെ നമ്മൾ ഇത്തരക്കാരുടെ നേരെ വല്ല അസ്ത്രോ ശസ്ത്രോ മന്ത്രോ തന്ത്രോ യന്ത്രോ അയച്ചാൽ അവിടേക്ക് ചെന്ന് കൊള്ളില്ല എന്ന് മാത്രല്ല, അത് ചിലപ്പോ അവിടെ തട്ടിത്തെറിച്ച് ഇവിടെ വന്ന് കൊണ്ടുവന്നും വരും. പണ്ട് KSRTC ബസ്സിന്റെ കല്ലെടുത്തെറിഞ്ഞ മാതിരി. പണ്ടൊക്കെ അങ്ങനെയല്ലോ സമരം ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ പ്രധാന ചടങ്ങാൻ എന്ത്? സമരം ആവണമെങ്കിൽ എന്ത് വേണം? അതൊരു കല്ലൊക്കെ എടുത്ത് എറിഞ്ഞാലേ അത് സമരം ആവും. അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല, ഒരു രസം ഉണ്ടാവില്ല. പണ്ടൊക്കെ അങ്ങനെ. ഇപ്പൊ പിന്നെ നല്ല എറിയില്ല. എറിഞ്ഞാൽ നമ്മള് കുടുംബത്തെ തറവാട്ടിലൊക്കെ വിവരം അറിയും. വടക്കേ പറമ്പൊന്നും പിന്നെ കയ്യിലുണ്ടാവില്ല ചിലപ്പോ. ശരിയല്ലേ? ഇത് അപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ നല്ല കാര്യമായി. അപ്പൊ പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ പണ്ട് സമരം ചെയ്തു കോളേജിൽ നിന്ന് ഓ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട് റോഡ് മിക്കം കിടങ്ങി ആ ചെക്കൻ എന്ത് ചെയ്തു? ഒരു കരിങ്കല്ല് ഇങ്ങനെ എടുത്ത് ഒരു KSRTC ബസ് ചിരിച്ചും കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു കല്ലെടുത്ത് ഒരേറെ അങ്ങോട്ട് കൊടുത്തു. ജീവിതത്തിൽ സത്യം പറഞ്ഞ് ശീലമില്ലാത്തത് കൊണ്ട് ഈ ഏറ് കൊണ്ടത് ചില്ലനാണ് എറിഞ്ഞത്, കൊണ്ടത് കമ്പിക്ക്. 2 ചില്ല് പിടിപ്പിക്കുന്ന ഒരു കമ്പി ഉണ്ടാവില്ലേ, നടക്കൽ ഇരുമ്പിന്റെ കമ്പി. ആ കമ്പിക്ക് ഈ കല്ലിന്റെ ഏറെ അങ്ങോട്ട് കൊണ്ട് കമ്പിയുമ്പോ തട്ടിയ കല്ല് തിരിച്ചങ്ങോട്ട് വന്ന് ഇവന്റെ മൂക്കിനങ്ങോട്ട് കൊണ്ടു. മൂക്കിന്റെ കാര്യം പറയേച്ചാൽ നമ്മുടെ ഈ അണ്ടി ഉറക്കാത്ത കണ്ണിമാങ്ങ റോഡുമ്പിൽ കിടക്കുമ്പോ അതിന്റെ മുകളിൽ പാണ്ടിലോറി കയറി എങ്ങനെ ഉണ്ടാവും?
അണ്ടി കൂടം കെട്ടാത്ത കണ്ണി മാങ്ങ ഉണ്ടാവില്ലേ? അതിന്റെ മുകളിൽ കൂടി പാണ്ടിലോറി കയറിപ്പോയാൽ മാങ്ങ എങ്ങനെ ഉണ്ടാവും? അത് അത്ര മതി. മൂക്ക് ആ ജാതി മട്ടായി. പിന്നെ എല്ലാരും കൂടി ആസ്പത്രിയിൽ കൊണ്ടുപോയി അവന്റെ പാളനാക്ക് മുറിച്ച് വടിച്ചെടുത്ത് ബാക്കിയുള്ള മൂക്കും പാളയുടെ മുറിച്ചിട്ട് നമ്മളെ ഈ വടിച്ചെടുക്കില്ലേ, അതേ ജാതിയിൽ വടിച്ചെടുത്ത് ആസ്പത്രിക്ക് കൊണ്ടുപോയി. ഡോക്ടർമാര് കുറെ നേരം പണിയൊക്കെ എടുത്തപ്പോ എന്തൊക്കെയോ നേരേക്ക് ഇപ്പോഴും മൂഹണ്ണോ മൂഹണ്ണോ എന്താ മനസ്സിലായില്ലേ? മൂക്കുണ്ടോ എന്നാ ചോദിച്ചത്. അത് ചോദിക്കണമെങ്കിൽ മൂക്ക് വേണേ. അപ്പൊ അങ്ങനെയാ, കുഴപ്പമില്ല. എന്നാലും മൂക്കില്ലാത്ത നാട്ടിൽ പോയാൽ രാജാവ് ആവാനുള്ളതായി. എന്ത് മൂക്കില്ലാത്ത നാട്ടിൽ പോയാൽ രാജാവ് ആവാൻ എത്രയും വേണ്ടു? അതെ അതെ, അതൊക്കെയായി. ഇപ്പോഴും KSRTC ബസ്സിനെ കാണുമ്പോൾ ഒരു ചിരിയാ എന്നൊരു തോന്നും. എന്താ ബസ്സേന്ന് മൂക്കില്ലാണ്ട് നേരെയാവില്ല തോന്നുന്നു. ഇതുപോലെ നോക്കൂ, ആ ബസ്സിന്റെ നേരെ എറിഞ്ഞ കല്ല അവനവന് കൊണ്ട് മൂക്കില്ലേണ്ടേയില്ലേ എന്ന് പറയും പോലെ നാരായണ കവച മഹിമ സാക്ഷാത്കരിച്ച മഹാത്മാക്കളുടെ നേരെ നമ്മൾ അസ്ത്രം ശസ്ത്രം യന്ത്രം മന്ത്രമൊക്കെ പ്രയോഗിക്കുന്നവർ സൂക്ഷിച്ചോളൂ. അവിടെ കൊള്ളില്ല എന്ന് മാത്രല്ല, അത് പടക്കെ വന്ന് കൊള്ളുകയും ചെയ്യും. അങ്ങനെ സുരക്ഷിതാണ് ആർക്ക്? ഭഗവാനെ മനസ്സിരുത്തിയവന്റെ സുരക്ഷ. അതിന്റെ പേരാണ്, അതാണ് ഇപ്പൊ ഇവിടെ രൂപമായിട്ട് പറഞ്ഞത്. നാരായണ കവചം എന്ന മന്ത്രരൂപത്തിലൊക്കെ പറയും. ഇതാണ് അത് വാസ്തവത്തിൽ ആ വസ്തുത ഇതാണ് നാരായണ കവചം എന്ന് പറഞ്ഞു. ഈ നാരായണ കവച മഹാമന്ത്രത്തിന്റെ മഹിമയുണ്ട്. ദേവന്മാര് അസുരന്മാരെ ഇല്ലേണ്ടിയേക്ക് പരഗുരുനാഥൻ വിശ്വരൂപൻ ഗുരുവായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ്. വിശ്വരൂപനാണെങ്കിൽ എന്തേ ചെയ്തു വെച്ചാൽ, അമ്മാവന്മാരൊക്കെ അസുരന്മാരും അമ്മാത്ത മുത്തശ്ശനൊക്കെ അസുരനാണല്ലോ. അവനവന്റെ ഇല്ലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ദേവന്മാരൊക്കെ ഈ കുട്ടികൾക്ക് ദേവന്മാരോടും അല്ല അച്ഛന്റെ ആൾക്കാരോടും അമ്മയുടെ ആൾക്കാരോടൊക്കെ അമ്മാവന്മാര്, അതുപോലെ തന്നെയല്ലേ അപ്പന്മാരും വല്യച്ഛന്മാരും ഒക്കെ. കുട്ടികൾക്ക് അതിൽ ഭേദമൊന്നും തോന്നില്ല, ഒക്കെ അവനാന്റെ ആൾക്കാരാണ്. അതുപോലെ എന്താ ദേവേന്ദ്രന്റെ ആ ഗുരുവായിട്ട് വാഴണ കാലത്ത് വിശ്വരൂപൻ കുറേശ്ശെ ഹവിസ് ദേവന്മാർക്ക് കൊടുക്കും പോലെ ആർക്കും കൊടുത്തു? അസുരന്മാർക്ക്. അത് ദേവേന്ദ്രന് ഇഷ്ടായില്ല. അസുരന്മാർക്ക് ഹവിസ് കൊടുക്കേ ദേഷ്യം വന്നു. ദേവേന്ദ്രൻ എന്തേ ചെയ്തു വെച്ചാൽ അരിശ സഹിക്ക വയ്യാതെ വിശ്വരൂപനെ വധിച്ചു. ആരെയപ്പോ കൊന്നത്? ഗുരുവിനെ വധിച്ചു. വിശ്വരൂപനെ വധിച്ചപ്പോ എന്താണ്ടായെന്നറിയൂ? വിശ്വരൂപനെ കൊന്ന സമയത്ത് ബ്രഹ്മഹത്യ പാപം, വിശ്വരൂപന്റെ ആ ബ്രഹ്മഹത്യാ പാപല്ലേ, ബ്രഹ്മഹത്യാ പാപം ആരുടെ നേരെ ചെന്നു? ദേവേന്ദ്രന്റെ നേരെ ചെന്നു. ദേവേന്ദ്രൻ എന്ത് ചെയ്യും? ഈ ബ്രഹ്മഹത്യാ പാപം ഒരു കൊല്ലം തന്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരുന്നു. വിശ്വരൂപന്റെ ആ ബ്രഹ്മഹത്യാ പാപല്ലേ, അദ്ദേഹത്തിന്റെ പാപം, അത് ഇന്ദ്രൻ ഇങ്ങനെ പിടിച്ചിരുന്നു. ഒരു കൊല്ലേ പിടിച്ചിരിക്കാൻ പറ്റിയില്ല, പിന്നെ പിടിക്കാൻ പറ്റിയില്ല. തന്നെ ആക്രമിക്കണമെന്ന് കണ്ടപ്പം 4 കൂട്ടര് വന്ന് ഭാഗിച്ചു വാങ്ങിക്കൊണ്ടുപോയി. ആരാ 4 കൂട്ടര്? ഈ ബ്രഹ്മഹത്യാപാപെ കാലംശമായിട്ട് കാൽഭാഗമായിട്ട് വന്നു കൂട്ടി എല്ലാവരും എടുത്തു കൊണ്ടുപോയി. ആരൊക്കെ? ആദ്യം ഭൂമി, പിന്നെ വെള്ളം, 3 വൃക്ഷങ്ങള്, 4 സ്ത്രീകള്, അങ്ങനെ 4 കൂട്ടരെ കൊണ്ടുപോയത്. ഭൂമി എങ്ങനെയാ ബ്രഹ്മഹത്യ കൊണ്ടുപോയി? ഈ ഭൂമിയില് നട്ടാമുളക്കാത്ത മരുഭൂമിയൊക്കെ അതൊക്കെ ഈ ബ്രഹ്മഹത്യാപാപത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് ഒരു അനുഗ്രഹം കൊടുത്തത് വാങ്ങിയതിന്. എന്താ കൊടുത്ത അനുഗ്രഹം എന്നറിയോ? എവിടെ കുഴി കുഴിച്ചാലും കുഴി താനേ നികന്നു പോവും. നമ്മളൊരു കുഴി കുഴിച്ചിട്ട് പോകുന്ന കുറെ കാലം കഴിയുമ്പോൾ കുഴി എന്താവും? താനേ നികന്നു പോവില്ലേ? അത് ഈ അനുഗ്രഹം കൊണ്ടാണ് ഉണ്ടായതെന്ന് അത് അനുഗ്രഹിച്ചു. വെള്ളത്തിനും കൊടുത്തു. വെള്ളം ബ്രഹ്മഹത്യ വാങ്ങിയത് എങ്ങനെയാണെന്നറിയോ? വെള്ളത്തിന്റെ ബ്രഹ്മഹത്യ ഈ വെള്ളത്തിലെ കണ്ടില്ലേ, നൊരയും പതയൊക്കെ കണ്ടില്ലേ? ഈ നൊരാ പത എന്നൊക്കെ പറഞ്ഞാൽ ഈ പതപതയായിട്ട് കണ്ട അതൊക്കെ അശുദ്ധാണ്. അശുദ്ധായ വെള്ളത്തിൽ ആചമിക്കാനും കാലെഴുകാനൊന്നും പാടില്ല എന്ന് പറയും ശാസ്ത്രത്തിൽ. പറയേ ഈ അശുദ്ധിയാണ് ബ്രഹ്മഹത്യ. ഈ വെള്ളം, ഈ അശുദ്ധി ബ്രഹ്മഹത്യ പാപം അങ്ങോട്ട് വാങ്ങിയതിന് പകരമായിട്ട് വെള്ളത്തിന് എന്തേ കൊടുത്തു? ഈശ്വരൻ അനുഗ്രഹം കൊടുത്തു. കൊടുത്തത് എന്താ വെച്ചാൽ എത്ര കോരി എടുത്താലും പിന്നെയും ചില കിണറ്റിലൊക്കെ കണ്ടില്ലേ, മീനമാസത്തിലോ മേടമാസത്തിലൊക്കെ മഴയില്ലാത്ത കാലത്ത് എങ്ങനെയാ മുട്ടയമ്മ വെള്ളമൊക്കെ ഉണ്ടോ? ഇവിടുത്തെ ആവശ്യത്തിന് നമ്മൾ കിണറ്റിൽ നോക്കിയപ്പോ പുല്ല് മുളച്ചിറക്കണം. അതെന്താ അതിങ്ങനെ? ഇല്ല രാവിലെ നല്ലോണം ഉണ്ടാവും, നിറയും. ഇവിടുത്തെ ആവശ്യം ഞങ്ങൾ എല്ലാ പാത്രത്തിലും അങ്ങോട്ട് കോരി വെക്കും, പിന്നെ ഉണ്ടാവില്ല. പിന്നെ പിറ്റേന്ന് വീണ്ടും ഉണ്ടാവും. ശരിയല്ലേ അത്? അപ്പൊ അതാണ്. അപ്പൊ എത്ര കോരി എടുത്താലും പിന്നെ ഉണ്ടാവും എന്നുള്ള വരം കൊടുത്തിട്ട് ആര് ബ്രഹ്മഹത്യ വാങ്ങി? ഈ പറയണേ വെള്ളം വാങ്ങി. പിന്നെ വൃക്ഷങ്ങളാണ് വാങ്ങിയത്. വൃക്ഷങ്ങൾ ബ്രഹ്മഹത്യ വാങ്ങിയത് എങ്ങനെയാ ചോദിച്ചാല്, വൃക്ഷത്തിന്റെയൊക്കെ കമ്പ് ഇങ്ങനെ മുറിക്കുമ്പോൾ ഒരു കറ ഇങ്ങനെ ഒഴുകണം കണ്ടിട്ടില്ലേ? ഒരു കറ, ഏത് മരം മുറിച്ചാലും ഓരോ നിറമുള്ള കറ വരും. ഇത് ബ്രഹ്മഹത്യ പാപ, ഈ കറയെ. പക്ഷെ അതിനൊരു അനുഗ്രഹം കൊടുത്തു. എന്താ അനുഗ്രഹം കൊടുത്തതെന്നറിയോ? എവിടെ വെട്ടി മുറിച്ച ദിക്കിൽ വീണ്ടും പൊട്ടിമുളച്ച ശാഖകൾ ഉണ്ടാവുന്നൊരു വരം. അത് വലിയ വരാണ്. ഇപ്പൊ നമ്മുടെ കയ്യോ കാലോ വെട്ടിയാലോ കറ ഇങ്ങനെ വരും വൈകുന്നേരം വരെ. പിന്നെ അങ്ങോട്ട് നോക്കണ്ട, അത് തീരുമാനമായി. എന്ത് പിന്നെ കൊമ്പും ചില്ലിയൊക്കെ ഉണ്ടാവുമോ? ഇല്ല. മരങ്ങൾക്ക് ഉണ്ടാവും. ശരിയല്ലേ? ഇത് അതാണ്. പിന്നെ സ്ത്രീകൾക്കും കൊടുത്തു. ഇങ്ങനെ 4 കൂട്ടര് ഈ ബ്രഹ്മഹത്യാപാപം ഭാഗിച്ച് വാങ്ങിക്കൊണ്ടുപോവുക കാരണം ഇന്ദ്രൻ തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷെ ഇന്ദ്രൻ രക്ഷപ്പെട്ടില്ല. ഈ തൊഷ്ടാവിന്റെ ഉള്ളിൽ അരിശം ആ പക ഇങ്ങനെ കലശലായിട്ട് പൊന്തി വന്നു. തന്റെ പുത്രനെ എന്തിന് ഒരു കാരണവും ഇല്ലാണ്ട് കൊന്നോനാണ് ആര്?
തൻ്റെ മകനെ ഇഷ്ടമില്ലാണ്ടിരിക്കുമ്പോൾ കൂട്ടിക്കൊണ്ടു പോയിട്ട് എങ്ങനെ ഗുരുവാക്കി ഇരുത്തി ഇപ്പൊ കൊല്ലിക്കുകയും ചെയ്തു. ഈ ഇന്ദ്രനോടുള്ള പക അടങ്ങാണ്ട വന്നപ്പം തുഷ്ടാവ് ഒരു ഹോമകുണ്ട് ഉണ്ടാക്കിയിട്ട് ഹോമിച്ചു. എന്താ ഹോമിച്ചെന്നറിയോ? ഇന്ദ്രശത്രോ വിവർദ്ധസ്വ, ഇന്ദ്രനെ കൊല്ലണ്ടവൻ ഈ അഗ്നിന്ന് ഉണ്ടാവട്ടെ, ഇന്ദ്രശത്രോ വിവർദ്ധസ്വ എന്ന് ജപിച്ചു ഹോമിച്ചു. പക്ഷെ ജപിച്ചു ഹോമിച്ച സമയത്തെ ഈ ധൃതി കൂടി. എന്തുകൂടി? നമ്മൾ ഈ ഊണൊക്കെ വിളമ്പിയിട്ട് നാമം ചെല്ലും പോലെ ഊണിങ്ങനെ വിളമ്പാൻ അവിടെ എടുത്തു വെച്ചിരിക്കുമ്പോ ഇത്ര വേഗ കഴിയല്ലേ, അങ്ങനെ പോയി. ഇത് ഇത്തിരി ധൃതി, ഇന്ദ്രനെ കൊല്ലാനുള്ള ധൃതി കാരണം മന്ത്രം ചെല്ലിയപ്പോ ഇത്തിരി ധൃതി കൂടി. മന്ത്രം ചെല്ലിയപ്പോ ധൃതി കൂടിയപ്പം മന്ത്രത്തിൽ സ്വരം പഴച്ചു. സ്വരം പഴച്ചപ്പോഴോ സമാസം മാറി. സമാസം മാറിയപ്പോഴോ അർത്ഥം മാറി. അർത്ഥം മാറിയപ്പോഴോ ഉദ്ദേശിച്ചത് വിപരീതമായി. നല്ലത് മനസ്സിലായോ? ഇല്ലല്ലേ? മനസ്സിലാവില്ല. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് ഇന്ദ്രശത്രോ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഇല്ല മനസ്സിലാവില്ല. ഇന്ദ്രശത്രോ വിവർദ്ധസ്വ എന്നാണ് എന്താ മന്ത്രം ജപിച്ചത്. എന്താ ഇതിന്റെ അർത്ഥം? ഇന്ദ്രശത്രു, ഇന്ദ്രസ്യ ശത്രോ, ഇന്ദ്രശത്രോ തൽ സംബുദ്ധൗ ഇന്ദ്രശത്രോ, ഷഷ്ഠി തൽ പുരുഷൻ സമാസം. എന്താ അർത്ഥം? സമാസം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കുറേശ്ശൊക്കെ മലയാളത്തിലൊക്കെ കേട്ടില്ലേ? ഇന്ദ്രന്റെ ശത്രു. ശത്രു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശത്രു മലയാളത്തിൽ ശത്രു വെച്ചാൽ എന്താ അർത്ഥം? എതിരാളി. തെറ്റ്, എതിരാളി അല്ല ശത്രു. സംസ്കൃതത്തിൽ ശത്രു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ശത്രു എന്ന് പറഞ്ഞാൽ കൊല്ലണമെന്ന്. ശത്രു ശാതയിത എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശാതനം ചെയ്യും, നമ്മളെ കൊല്ലാൻ ഒരുങ്ങി പുറപ്പെട്ടവന്റെ പേരാണ് എന്ത്? ശത്രു. അതുകൊണ്ട് എല്ലാരെയും നോക്കി ഇനി അത് പറയണ്ട കേട്ടോ. ചീത്ത വിളിക്കണോ മാത്രമേ ഉള്ളൂ ശത്രു എന്ന് പറയണ്ട. എന്ത് പറഞ്ഞ വിരോധി എന്നൊക്കെ പറഞ്ഞാൽ മതി. എന്താ? വിരോധക്കാരനാണ് എന്നൊക്കെ പറയണ്ടോ. അല്ലാതെ ശത്രു എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലാൻ ഇറങ്ങിയവനെ ശത്രു എന്ന് സംസ്കൃതത്തിൽ പറയുള്ളൂ. അപ്പൊ ഇവിടെ ഇന്ദ്രശത്രു എന്ന് പറഞ്ഞാൽ ഇന്ദ്രനെ കൊല്ലേണ്ടവൻ ഈ അഗ്നികുണ്ഡത്തിൽ ഉണ്ടാവട്ടെ എന്നാണ് ആരോ ജപിച്ചത്? ഈ ത്വഷ്ടാവേ. അത് ഉദാത്ത സ്വരത്തിലാ ജപിച്ചത്. പക്ഷേ ധൃതി കൂടിയപ്പോ ഉദാത്ത സ്വര അനുദാത്ത സ്വരയിൽ പോയി. അപ്പൊ എന്തായി നിശന്തോ? സമാസം മാറി. ഷഷ്ഠി തൽപുരുഷ സമാസം പോയിട്ട് ഇന്ദ്രശത്രു എന്നുള്ളത് ഇന്ദ്രൻ ശത്രുവായിട്ടുള്ളവൻ ആരോ അവൻ നൈബഹുവ്രീഹി. അയ്യോ വലിയവാല്. ഇന്ദ്രൻ ശത്രുവായിട്ടുള്ളവൻ ആരോ അവൻ എന്ന് പറഞ്ഞ ഇന്ദ്രൻ ആരുടെ ശത്രുവായി? ഇവിടെ നിന്നുണ്ടാവാൻ പോണവന്റെ ശത്രുവായി. അതായത് ഇന്ദ്രന്റെ കൈ കൊണ്ട് ചാവണമെന്നായില്ലേ ഇപ്പൊ കാര്യം? ഈ സ്വരം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ? ഈ വേദത്തിൽ ഉദാത്തം അനുദാത്തം സ്വരിതം എന്നൊക്കെ പറഞ്ഞ സ്വരങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒത്തില്ലേ കൂട്ടരാച്ച വേഗം മനസ്സിലാവും. ഉദാത്ത സ്വരം, അനുദാത്ത സ്വരം, സ്വരിത സ്വരം എന്നൊക്കെ പറയും. ഉച്ചൈരുദാത്ത അങ്ങനെയൊക്കെ പറയും. നീചൈരനുദാത്ത സമാഹാര സ്വരിതം എന്നൊക്കെ പാണിനി നിയമവും പറയും. സ്വരം പറഞ്ഞാൽ മനസ്സിലാവും. ചെറിയൊരു കാര്യം പറയാം. സ്വരം ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ചില സ്വരം മാറുമ്പം അർത്ഥം മാറില്ല. പണ്ട് ഒരുത്തിന് 5000 ഉറുപ്പ്യ വാങ്ങിപ്പോയി നമ്മുടെ കയ്യിൽ നിന്ന്. നാളെ തരാമെന്ന് പറഞ്ഞിട്ടാ പോയത്. പിന്നെ ഇവൻ നോക്കൂ 365 നാളെകൾ 6 തവണ കഴിഞ്ഞു. എന്നിട്ടും ഇവൻ ഇത് തന്നില്ല. നമ്മൾ വരുമ്പോൾ അവൻ ഓട്ടോറിക്ഷ കയറി പോകും. നമ്മൾ ഓട്ടോറിക്ഷ വരുമ്പോൾ ബസ് കയറി പോകും. ബസ്സിൽ വരുമ്പോൾ അവൻ ഓട്ടോ വഴി കൂടി പോകും. കാണുമ്പോൾ ഇപ്പം മുങ്ങലോടങ്ങി. അങ്ങനെ നടന്ന് ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്തു? ഒരു ദിവസം നമ്മൾ ആ മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. ഈ മുറിയിൽ ഇവൻ ഉണ്ട്. മുറിക്കാണ് ഒരു വാതിലേ ഉള്ളൂ. നമ്മൾ ആ വാതിക്കൽ അവിടെ നിന്നു. ഇവൻ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു, താൻ 5000 ഉറുപ്പ്യ തരാണ്ട് ഇവിടുന്ന് പോവും. അതിന്റെ അർത്ഥം എന്താ? ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പോവില്ല എന്ന് അല്ലേ? പോവും സമം പോവില്ല എന്ന് ഏത് ഡിക്ഷണറിയിലാ പറഞ്ഞത്? അതുകൂടി പറഞ്ഞിട്ട് പോയാൽ മതി. പോവും എന്ന് പറഞ്ഞാൽ പോവില്ല എന്ന് ഏതെങ്കിലും ഡിക്ഷണറിയിൽ അർത്ഥം ഉണ്ടോ? നിഘണ്ടുവില് പോവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നല്ലേ അർത്ഥം. പക്ഷെ ഇത് കേട്ട മലയാളികൾക്കൊക്കെ എന്ത് മനസ്സിലായി? പോവില്ല എന്നാണ് അതിന്റെ അർത്ഥം. ശരിയല്ലേ? എന്താ പറഞ്ഞത്? താന 5000 ഉറുപ്പ്യ തരാണ്ട് ഇവിടുന്ന് പോവും. പോവില്ല എന്നല്ലേ മനസ്സിലായത്? ശരിയല്ലേ? എല്ലാവർക്കും മനസ്സിലായി പോവില്ല എന്നാണ് അതിന്റെ. ഒരാളും പുസ്തകം നോക്കിയിട്ടൊന്നുമല്ല അതിന്റെ അർത്ഥം മനസ്സിലാക്കിയത്. കേട്ടപ്പോ തന്നെ പോവില്ല എന്ന് മനസ്സിലായി. ശരിയല്ലേ? എന്നാ നമ്മൾ ഇതേ വാചകം ഒന്ന് സ്വരം മാറ്റി പറഞ്ഞു നോക്കുക. എന്താ പറയേണ്ടത്? താൻ ഇപ്പോൾ ഇവിടെ നിന്നും 5000 രൂപ തരാതെ കണ്ട് പോകും. അവൻ മുണ്ട് കുറഞ്ഞെടുത്ത് അങ്ങോട്ട് പോവും. ശരിയല്ലേ? ഇത് അതായത് നമ്മൾ ആദ്യം പറഞ്ഞ വാചകം തന്നെയല്ലേ രണ്ടാമതും പറഞ്ഞത്. പക്ഷെ ആദ്യം കേട്ട അർത്ഥമല്ല രണ്ടാമത് കേട്ടവർക്ക് തോന്നിയത്. എന്താ കാരണം? ഒരക്ഷരം മാറ്റിയിട്ടില്ല. എന്താ മാറ്റിയത്? സ്വരം മാറി. സ്വരം മാറിയപ്പം നമ്മൾ മകനോട് പറയില്ലേ, ഉണ്ണി തണ്ടി നടന്നോളൂ, റാങ്ക് കിട്ടും. എന്താ അർത്ഥം? റാങ്ക് കിട്ടുന്ന തോറ്റു പോകുന്നല്ലേ ഇതിന്റെ അർത്ഥം. പക്ഷെ റാങ്ക് കിട്ടുന്നവനാ തോറ്റു പോകുന്ന അർത്ഥം എവിടെയെങ്കിലും ഉണ്ടോ?
ഇല്ല. കേട്ട ആളൊക്കെ മനസ്സിലായില്ലേ? ഇതാണ് എന്ത്? സ്വരം കൊണ്ടുണ്ടാവണേ അർത്ഥം. ഇതുപോലെ വേദത്തിലും സ്വരങ്ങളുണ്ട്. അത് മാറുമ്പം എന്ത് മാറും? അല്ലാത്ത ജാതിയില്ലേ? അങ്ങനെയൊക്കെയാണ്. അതൊക്കെ മനസ്സിലാക്കി വെച്ചോളൂ. ചില ഉദാഹരണങ്ങൾ ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ലേ. ഈ സ്വരം മാറിയത് ആരാ അറിഞ്ഞില്ല? തൊഷ്ടാവ് അറിഞ്ഞില്ല. ഹോമകുണ്ടത്തുനിന്നാണെങ്കിൽ ഒരു ഭീകര സ്വരൂപൻ തപ്താമ്ര ശിഖാശ്മേശ്വരം മധ്യാനർക്ക ഉഗ്രയോജനം. ഒരു ഭീകര സ്വരൂപൻ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു. ഈ ഭീകരന്റെ പേരാണ് വൃത്രൻ എന്ന് പറയും. ഉൾക്കണ്ടോ? എന്താ പേര്? വിത്രനല്ല, വൃത്രൻ. വൃത്രാസുരൻ എന്നാ പറയാ. വാസ്തവത്തിൽ ഇവൻ അസുരനല്ല, ദേവനായ തൊഷ്ടാവിന്റെ മകനായതുകൊണ്ട് ദേവൻ തന്നെയാണ്. പക്ഷെ ഇവൻ അസുരന്റെ മട്ടിലാണ് അവനെ പറയുക. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടോ, ഇവനെ അസുരൻ എന്നല്ല പറയേണ്ടത്, ദേവന്മാരുടെ കൂട്ടത്തിലെ റിബല. എന്താണ് റിബൽ പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ലല്ലേ? അത് അയ്യഞ്ചു കൊല്ലം കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പിന്നെ റിബലൊന്നും വേണ്ട. ഈ റിബല പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നമ്മുടെ പാർട്ടിയിൽ ഇരുന്ന് നമ്മുടെ പാർട്ടിക്ക് തെറി വിളിക്കണവന്റെ പേരാണ് എന്ത്? റിബല. നമ്മുടെ പാർട്ടിയിൽ ഇരുന്ന് മറ്റേ പാർട്ടിക്കാണ് വിളിക്കേണ്ടത്. അങ്ങനെയാണ് അതിന്റെ സമ്പ്രദായം. എങ്ങനെയാണ് അത് തെറ്റിച്ച് ഇവിടെ ഇരുന്ന് ഇവിടേക്ക് തന്നെ വിളിക്കണവനെ ഈ പാർട്ടിക്കാരും സഹായിക്കും, ആ പാർട്ടിക്കാരും സഹായിക്കും. ഇവൻ അവിടെ എന്നാലും ജയിക്കും. കണ്ടിട്ടില്ലേ അങ്ങനെ? അതെ. അപ്പൊ അതുപോലെ ദേവേന്ദ്രാദി ദേവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഉണ്ടായവനാണെങ്കിലും ദേവന്മാർക്ക് എതിരായിട്ടാണ് പുറപ്പെട്ടത്. ഈ വൃത്രൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് ഇവന്റെ പിന്നാക്ക അസുരന്മാരെല്ലാരും കൂടി ഇങ്ങോട്ട് കൂടി. ശിവശിവ ഒന്നും പറയേണ്ട കഷ്ടത്തിലായി. പരീക്ഷിത്ത് ചോദിച്ചു, എന്തേണ്ടായി? എന്നിട്ട് അസുരന്മാരുടെ കാര്യം ദേവന്മാരുടെ കാര്യമൊക്കെ എന്തായി? പറയാമെന്നും പറഞ്ഞു. നമുക്കിനി പറയാനുള്ളത് വൃത്രാസുരന്റെ കഥയും അദ്ദേഹത്തിന്റെ ഭക്തിയും മഹിമയും ഈ ഭാഗത്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇനി പറയാനുള്ളത് നരസിംഹാവതാര കഥയാണ്. ഉച്ചയ്ക്ക് ശേഷം സജ്ജനങ്ങളെല്ലാവരും ആ ഭാഗം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഊണ് കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് അങ്ങോട്ട് പൊടി തട്ടി പോകരുത്. എന്നുവെച്ചാൽ ഭാഗവതം വളരെ പ്രധാനമാണ്, മറ്റേതിനേക്കാളും പ്രധാനമാണ്. ഇതൊക്കെ കേട്ട് ധരിച്ച് വല്ലതും പഠിച്ചാലേ നമുക്ക് വിവരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വലിയ വിവരമൊന്നും ഉണ്ടാവില്ല. വെള്ളത്തിലിട്ട വടി എന്ന് പറഞ്ഞ് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയുള്ളൂ. ആ അന്തല്യായ കാരണം നമ്മളൊക്കെ ഇങ്ങനെയായത്. അല്ലെങ്കിൽ നമ്മളൊന്നും ഇങ്ങനെ നടക്കേണ്ടവരല്ല. മനസ്സിലായില്ലേ? നമ്മുടെ അത്രയ്ക്ക് വേദങ്ങളും ശാസ്ത്രങ്ങളും വിവരങ്ങളും ഒക്കെ ഉള്ള സമ്പ്രദായം നമ്മുടെ സമ്പ്രദായം. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ പോയില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ഊണക്കഴിച്ച് വന്നിരുന്ന് കേൾക്കുക. ആ ഭാഗം ഇനി ഉച്ചയ്ക്ക് ശേഷം പറയും. നരസിംഹാവതാര കഥ തൻ്റെ ഭക്തനെ അനുഗ്രഹിക്കാൻ എന്തിനും താൻ മടിക്കില്ല എന്ന് ഭഗവാൻ കാണിക്കുന്ന വലിയൊരു പ്രഭാവമാണ്. ആ സമയത്ത് എല്ലാവരും അത് കേൾക്കുക അത് മാത്രമേ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയുള്ളൂ. മറ്റുള്ളതൊക്കെ വേണേ കേട്ടോളൂ. എന്താ കാരണം എന്നറിയോ? ഇത് കേട്ടിട്ട് വേണം ഇനി ഭാഗവതം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനേ. നമ്മുടെ അകത്തൊരു ലേശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊട്ടി മുളച്ചോളും. ഒന്നുമില്ലെങ്കിൽ പിന്നെ പേടിക്കണ്ട, ഒന്നും ഉണ്ടാവില്ല. ലേശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പടർന്ന് അങ്ങനെയുണ്ടല്ലോ. ഒരു ലേശം ഭഗവാന്റെ മഹിമ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് തഴച്ചു വളരും. അതാ പറഞ്ഞത്. പ്രത്യേകം ധരിക്കൂ.